ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് പൊതുവെ യൗവനക്കാരുടെ ഇടയിൽ കാണുന്ന ഒരു പ്രശ്നമാണ് അഡിക്ഷൻസ്, അല്ലേ? അതിനൊരു പ്രത്യേക ഒരു മലയാള വാക്കൊന്നും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു, അല്ലേ? ചില ശീലങ്ങൾ എന്താവും, അത് നമ്മൾ അടിമകളാക്കി മാറ്റും. നമ്മൾ പിന്നെ അത് ചെയ്യാതെ ജീവിക്കാൻ പറ്റുന്നത്. മൊബൈൽ അഡിക്ഷനാണ് ഇപ്പം യൗവനക്കാരുടെ ഇടയിൽ ഏറ്റവും വലിയ അഡിക്ഷൻ എന്നിപ്പം എന്നോട് ആളുകൾ പറയുന്നത്. എനിക്ക് വ്യക്തിപരമായി അറിഞ്ഞൂടാ. മൊബൈൽ അഡിക്ഷൻ, അല്ലെ, ഇന്റർനെറ്റ് അഡിക്ഷൻ, ലൈംഗിക പാപങ്ങളുടെ അഡിക്ഷൻ, ഇങ്ങനെ പിന്നെ മദ്യം, മയക്കുമരുന്ന്, ഇപ്പം എന്തൊക്കെയാണല്ലേ, സ്കൂളിൽ തന്നെ എന്തൊക്കെ കോപ്രായങ്ങളാണ്, അല്ലെ? നിങ്ങൾക്കാണ് കൂടുതൽ അറിയാവുന്നത്, എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞൂടാ, അല്ലേ? അപ്പോൾ അഡിക്ഷൻസിൻ്റെ ഒരു ലോകത്താണ്, അല്ലേ? നിങ്ങളുടെ ലഹരിയുടെ ഒരു ലോകത്താണ് നിങ്ങളെല്ലാം വളരുന്നത്. അപ്പോൾ ഒരു വിശ്വാസി എന്ന രീതിയിൽ, അല്ലെങ്കിൽ ക്രിസ്തീയ ഉപദേശപ്രകാരം ക്രിസ്ത്യാനികൾ, വിശ്വാസികൾ, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ഈ ലോകത്ത് സുബോധത്തോടെ എങ്ങനെ ജീവിക്കും? ഈ പറയുന്ന എല്ലാ ലഹരിയുടെയും ലോകത്തിൽ സ്വാതന്ത്ര്യത്തോടെ എങ്ങനെ ക്രിസ്തുവിൽ ജീവിക്കാൻ പറ്റും? ഇത് പറയാനാണ് ഞാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇത് പറയണമെങ്കിൽ ആദ്യം കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ രക്ഷയെക്കുറിച്ച് പൊതുവായിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയേണ്ടി വരും. അപ്പോൾ ആദിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയാ? എല്ലാവരും ബൈബിളൊക്കെ എടുത്തു വെക്കണേ, ബൈബിൾ വാക്യങ്ങളൊക്കെ നോക്കണം. ഉൽപ്പത്തി 1:26 ദൈവം എങ്ങനെയാ മനുഷ്യനെ സൃഷ്ടിച്ചേ? കണ്ടോ, സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്താ ഈ സ്വരൂപവും സാദൃശ്യവും? സ്വരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലെ സ്വഭാവത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്, അല്ലെ? ദൈവത്തിനൊരു സ്വഭാവമുണ്ട്, ആ സ്വഭാവത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. സാദൃശ്യം എന്ന് പറഞ്ഞാൽ ബാഹികമായ ആ മഹത്വത്തെയാണ്. ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ നല്ല മഹത്വത്തിലൊക്കെയാണ് സൃഷ്ടിച്ചത്. ഇപ്പം നമ്മൾ കണ്ണാടി പോയി നമുക്ക് അത്ര വലിയ മഹത്വമൊന്നും തോന്നാറില്ല, അല്ലേ? ദൈവം ആദ്യം സൃഷ്ടിച്ച എങ്ങനെയായിരുന്നു? സ്വരൂപത്തിലും സാദൃശ്യത്തിലും. എന്നിട്ട് ദൈവം മനുഷ്യനോട് എന്താ പറഞ്ഞേ? ഈ ഭൂമിയിൽ മനുഷ്യന് ജീവിക്കാൻ 2 രീതിയിൽ ജീവിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അവിടെ ആ ഏദൻ തോട്ടത്തിൽ 2 മരങ്ങളെ ദൈവം വെച്ചത്, അല്ലേ? ഏതായിരുന്നു ഒന്നാമത്തെ മരം? ജീവന്റെ മരം, അല്ലെ? ജീവന്റെ വൃക്ഷം എന്ന് പറയും. മറ്റേത് അറിവിന്റെ വൃക്ഷം, അല്ലെ? നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള അറിവ്. ഇതെന്താ സൂചിപ്പിക്കുന്നത്? മനുഷ്യന് 2 രീതിയിൽ ഈ ഭൂമിയിൽ ജീവിക്കാം. ഒന്നെങ്കിൽ ജീവന്റെ വൃക്ഷം എന്ന് പറഞ്ഞാൽ അതെന്താണ്? ദൈവവുമായിട്ടുള്ള സംസർഗത്തിൽ അവനോട് ചേർന്ന്, അവനാണ് ജീവൻ, ജീവന്റെ ഉറവിടം യേശുക്രിസ്തു, ദൈവവുമായിട്ടുള്ള സംസർഗത്തിൽ ജീവിക്കാം. അല്ല, ദൈവമൊന്നും വേണ്ട, ഞാൻ തന്നെ തീരുമാനിച്ചോളാം ഏതാണ് നന്മ തിന്മ, അല്ലെ? നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അപ്പനമ്മമാരോട്? എന്നെ ഒന്ന് വെറുതെ വിടും, ഞാൻ തന്നെ തീരുമാനിക്കാം, അല്ലേ? സ്വാതന്ത്ര്യം തരുന്നില്ല എന്ന് പറയുന്ന എത്ര ടീനേജേഴ്സ് ഉണ്ട് ഇവിടെ? അപ്പനും അമ്മയെ സ്വാതന്ത്ര്യം തരുന്നില്ല, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെയൊക്കെ പ്രശ്നം എന്താണ്? ആരെങ്കിലും നമ്മളെ കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമല്ല, അല്ലേ? ഇത് ചെയ്യുക, അത് ചെയ്യുന്നു. കാരണം നമുക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റണം എൻ്റെ ശരി എന്താണ്, എൻ്റെ തെറ്റെന്താണ്. അതാണ് അറിവിൻ്റെ വൃക്ഷം, അല്ലേ? മൈ ലൈഫ് മൈ ഡിസിഷൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തന്മാർ ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും ഒക്കെ സ്റ്റാറ്റസ് ഇടും. അത് തന്നെ ട്രീ ഓഫ് നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ. അപ്പം മനുഷ്യന് ദൈവം ഒരു തിരഞ്ഞെടുപ്പ് കൊടുത്തു. നിനക്ക് ഏത് വേണം? ഞാൻ പറഞ്ഞു തരും നിനക്ക് ഏതാ നന്മ തിന്മ. നീ എന്നോട് കൂട്ടായ്മയും സൗഹൃദവുമായിട്ട് എൻ്റെ പറയുന്നത് കേട്ട് ജീവിച്ചോ, അല്ല നിനക്ക് തന്നെ നിന്റെ രാജാവായിട്ട് ജീവിക്കാൻ, നിന്റെ തീരുമാനങ്ങളും നിന്റെ തിരഞ്ഞെടുപ്പും ഏത് വേണം? മനുഷ്യൻ എന്ത് ചെയ്തു? നമ്മളെപ്പോലൊക്കെ തന്നെ, എനിക്ക് സ്വാതന്ത്ര്യം വേണം, അല്ലാതെ വേറൊരാളിൽ ആശ്രയിച്ച് അയാൾ പറയുന്ന നന്മ തിന്മയൊന്നും എനിക്ക് വേണ്ട, എനിക്ക് സ്വാതന്ത്ര്യം വേണം. അപ്പോൾ ആദാം തൻ്റെ രക്ഷകർത്താവായ പിതാവിനോട് നമ്മളൊക്കെ വീട്ടിൽ കാണിക്കുന്ന പോലെ തർക്കുത്തരമൊക്കെ പറഞ്ഞ് എതിർത്ത് പോയി, അല്ലേ? ജീവന്റെ വൃക്ഷത്തിൽ അധികാരി ദൈവമാണ്. നന്മ തിന്മകളെ വിവേചിച്ച് പറഞ്ഞു കൊടുക്കുന്ന അധികാരി ദൈവമാണ്. ഒരു കണക്കിൽ പറഞ്ഞാൽ അവിടെ ദൈവമാണ് രാജാവ്. അതാണ് ദൈവരാജ്യം. കർത്തൃത്വം ദൈവത്തിൻ്റെ കയ്യിലാണ്. ഇപ്പുറത്ത് എൻ്റെ സ്വന്തം രാജ്യം, ഞാൻ തന്നെ രാജാവ്, ഞാൻ തന്നെ കർത്താവ്, ഞാൻ തീരുമാനിക്കും ഏതാണ് ശരി ഏതാണ് തെറ്റ്. ദൈവം പറഞ്ഞു ആ കനി തിന്നരുത്, അതൊക്കെ തിന്നും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? അനുസരണക്കേടിൻ്റെ മക്കളായി. ഈ മനുഷ്യരാശി മൊത്തം അനുസരണക്കേടിൻ്റെ മക്കളായി. അത് നിമിത്തം എന്തു പറ്റി? മനുഷ്യൻ പാപിയായി, അല്ലേ? അപ്പം ഞാൻ ഇംഗ്ലീഷിൽ പറയും, ദൈവം മനുഷ്യനോട് പറഞ്ഞു നിന്റെ ഹൃദയത്തിൻ്റെ രാജാവ്, നിന്റെ ഹൃദയത്തിൻ്റെ സിംഹാസനം ദൈവത്തിന് കൊടുക്കണം. മനുഷ്യൻ പറഞ്ഞു ഇല്ലില്ല, ആ സിംഹാസനത്തിൽ ഞാൻ എൻ്റെ ഈ ഐ എന്ന് പറയുന്ന, അല്ലേ, ഞാനെന്ന് പറയുന്ന ഭാവത്തെ എടുത്ത് ആ സിംഹാസനത്തിൽ വെക്കും. അങ്ങനെ ഐ എടുത്ത് നെഞ്ചത്ത് വെച്ചപ്പോൾ എന്തോ പറ്റിയെന്നറിയോ? മനുഷ്യന് 3 ഐ കൂടുതൽ കിട്ടി. ഏതാ 3 ഐ?
അത് മനസ്സിലാക്കണമെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാമത്തെ വാക്യം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മുടിയനായ പുത്രന്റെ ആ ഉപമയിലേക്ക് കടന്നു വരാം. എല്ലാവർക്കും അറിയാമല്ലോ മുടിയനായ പുത്രന്റെ ഉപമ. കർത്താവ് പറഞ്ഞ ഉപമയാണല്ലേ. ഇളയ സന്തതി അപ്പന്റെ സ്വത്തൊക്കെ വാങ്ങിച്ചോട്ട് എന്ത് ചെയ്തു? ദൂരെ ദേശത്ത് പോയി ജീവിച്ചു. എങ്ങനെയാ ജീവിച്ചേ? വ്യഭിചാരികൾക്ക് തന്റെ പൈസ എല്ലാം ചെലവാക്കി എന്നാ പറഞ്ഞിരിക്കുന്നു. ദുർനടപ്പിൽ ജീവിച്ചു, ലൈംഗിക പാപങ്ങളെല്ലാം ചെയ്ത് ജീവിച്ചു. പിന്നെന്ത് പറ്റി? ആ ദേശത്ത് ക്ഷാമം വന്നു. അപ്പോൾ ആരുമില്ല സഹായിക്കാൻ, അല്ലേ? അവസാനം ഒരു സ്ഥലത്ത് പോയിട്ട് പന്നികളെ മേയ്ക്കുന്ന സ്ഥലത്ത് പോയിട്ട് അവസാനം എന്ത് ചെയ്തു? പന്നികൾ കഴിക്കുന്ന വാളയെങ്കിലും കിട്ടിയെങ്കിൽ. പന്നികൾ എന്തോ കഴിക്കുന്നത്? എത്ര പേർക്ക് അറിയാം? പന്നികൾ എന്തോ കഴിക്കുന്നത്? കോട്ടയത്തൊക്കെ ഉള്ള പിള്ളേർക്ക് അറിഞ്ഞൂടായോ? പന്നികൾ എന്തോ കഴിക്കുന്നത്? വിസർജനം എന്ന് പറഞ്ഞാൽ അറിയോ? പറഞ്ഞ മനസ്സിലായോ? മലം. അപ്പൊ പന്നികൾ കഴിക്കുന്ന ആ വാള കഴിക്കാൻ വരെ അവൻ ആഗ്രഹിച്ചു. അത്രയ്ക്ക് അധപ്പതിച്ചു, അല്ലേ? അപ്പൊ ലൂക്കോസ് 15-16 വായിച്ചേ. അപ്പൊ ഞാൻ പറഞ്ഞു, മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ സിംഹാസനത്തിൽ ദൈവത്തെ മാറ്റിയിട്ട് ഞാനെന്ന ഭാവത്തെ എടുത്ത് സിംഹാസനസ്ഥനാക്കിയപ്പോൾ പരിണിത ഫലമായിട്ട് കടന്നു വന്നത് എന്താണ്? 3 ഏതൊക്കെ ഈ 3 ഒന്നാമത്തേത് ഐസൊലേഷൻ, ഏകാന്തത. ഇവിടെ പറഞ്ഞിരിക്കുന്നു കേട്ടോ, ആരുമില്ല അവനെ സഹായിക്കാൻ, ഒരു വ്യക്തിയില്ല. എത്ര പേർക്ക് തോന്നാറുണ്ട് എന്നെ ആരും സ്നേഹിക്കാറില്ല, എനിക്ക് ആരുമില്ല കൂടെ? രാവിലെ വാട്സാപ്പിൽ സ്റ്റാറ്റസ് എടുത്തിരും ഇതുപോലത്തെ. ചിലരുണ്ടല്ലോ അങ്ങനത്തെ സ്റ്റാറ്റസ് ഒന്നും, എന്നെ ആരും സ്നേഹിക്കുന്നില്ല. ഈ സെന്റിമെന്റൽ മെസ്സേജസ് എടുത്തിരുന്നവരും, മുതിർന്നവരും ഉണ്ട്, ചെറുപ്പക്കാരും ഉണ്ട്, എല്ലാവരും ഉണ്ട്, അല്ലേ? എല്ലാവരെയും പ്രേമിക്കാൻ എൻ്റെ കോളേജിൽ എല്ലാവർക്കും, സ്കൂളിൽ എല്ലാവർക്കും ഉണ്ട്, എന്നെ മാത്രം ആർക്കും വേണം, അല്ലേ? ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അങ്ങനെ ആയിരുന്നു. എന്നോട് മാത്രം ഒരു പെൺകുട്ടിക്ക് ഐ ലവ് യു പറയണ്ട, ബാക്കി എല്ലാ കാണാൻ കൊള്ളാത്ത ഏത് കോന്തൻ്റെ അടുത്തും പറയുന്നുണ്ട്, എന്നോട് മാത്രം ആരും പറയുന്നില്ലല്ലോ. ഇങ്ങനെ ഇതാണ് എൻ്റെ ഒരു ഇത്. കാരണം എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഈ നിറമുള്ളത്. എൻ്റെ അച്ഛനും അമ്മയും ചേട്ടനും ഒക്കെ നല്ല വെളുത്തിട്ടാണ്. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു, എനിക്കെന്തോ ഒരു കുഴപ്പമുണ്ട്. ഞാൻ കണ്ണാടി മുമ്പിൽ ഇപ്പോൾ ഇങ്ങനെ തൊട്ടോണ്ടൊക്കെ നിൽക്കും. ശരിയാണല്ലോ, ഈ വീട്ടിലേക്കൊന്നും തോന്നുന്നില്ലല്ലോ കണ്ടിട്ട്. കാരണം എന്താണ്? ഞാൻ ഇങ്ങനെ ഉള്ളിലാകും, ആരെങ്കിലും എന്നെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ. ഇതെന്തുകൊണ്ടാണ് ഈ ഉള്ളിൽ തോന്നുന്നത് എന്തുകൊണ്ടാണ്? ആത്യന്തികമായിട്ട് മനുഷ്യൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നുപോയി. ഈ അകത്ത് ഈ ആഗ്രഹം കിടക്കുക, ആരെങ്കിലും എന്നെ ഒന്ന് സ്നേഹിച്ചെങ്കിൽ, ആരെങ്കിലും എന്നെ ഒന്ന് അംഗീകരിച്ചിരുന്നെങ്കിൽ. ഇത് എല്ലാ മനുഷ്യർക്കും ഉണ്ട്. വീട്ടിൽ 10 പേരുണ്ടെന്ന് പറയുന്നവന് പോലും ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടിയുണ്ട്, അയ്യോ തനിക്ക് താനും പുരയ്ക്ക് തൂണുമാണെന്ന്. ഒരു പ്രശ്നം വരുമ്പോൾ ഇവന്മാരൊന്നും കൂടെ കാണത്തില്ലായിരിക്കും. ഈ ഒരു ഭയം കിടപ്പുണ്ട്. അതെന്താണ്? നമ്മൾ വേറൊരുവനുമായിട്ട് ചേർന്ന് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ. അവനെ നമ്മൾ തള്ളിപ്പറഞ്ഞിട്ടിരിക്കുക, അവനുമായിട്ട് ബന്ധം വിടർത്തിയിട്ടിരിക്കുക. അതാണ് ഐസൊലേഷൻ, അല്ലേ? ഒറ്റപ്പെടൽ, ഏകാന്തത. ഇവിടെ കണ്ടോ, അവനെ സഹായിക്കാൻ ആരും ആ നഗരത്തിലില്ല, അല്ലേ? രണ്ടാമതായിട്ട് കടന്നു വരുന്നതാണ് അരക്ഷിതാവസ്ഥ, ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഭയം, സുരക്ഷിതത്വമില്ല ഇവിടെ. ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ, അവനെ സഹായിക്കുവാൻ ആരും വന്നില്ല. സഹായം എവിടുന്ന് കിട്ടും? നിങ്ങൾ അനാഥ പിള്ളേരെ കണ്ടിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ദത്തെടുത്ത വീട്ടിലെ കൊച്ചിൻ്റെ കാര്യമല്ല, റോഡിൽ കിടക്കുന്ന അനാഥ പിള്ളേർ. ആര് ഭക്ഷണം തരും? ആര് എപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എവിടുന്ന് വരും തുണി? നമ്മൾ തന്നെ നമ്മുടെ എല്ലാം നോക്കണം, അല്ലേ? എപ്പോഴും ഭയമാണ്. ആ ഭയത്തിലാണ് ജീവിക്കുന്നത്. മനുഷ്യൻ അങ്ങനെയല്ലേ ജീവിക്കുന്നത്? അയ്യോ നാളെ എന്തായി തീരും, അല്ലേ? നാളെ ഈ പൈസ ഒക്കെ കാണുമോ? നാളെ എങ്ങനെ ജീവിക്കും? നാളെ ആര് നോക്കും? ഇങ്ങനെ ഭയം. രക്ഷിതാവില്ലാത്തതിൻ്റെ ഭയം. സ്വന്തമായിട്ടെല്ലാം നോക്കി നടത്തണമല്ലോ. ഇത് നിങ്ങൾക്ക് ഈ പ്രായത്തിൽ അത് അറിഞ്ഞൂടായിരിക്കും. കുറച്ച് പ്രായം കഴിയുമ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മമാരെന്ത് പറയും? സ്വന്തമായിട്ട് കാര്യമൊക്കെ നോക്കണമെന്ന് പറയും, അല്ലേ? അപ്പം ഇപ്പം നിങ്ങളുടെ വിചാരം, സ്വന്തമായിട്ടെല്ലാം ചെയ്യാൻ പറ്റും, എന്തൊരു സന്തോഷമായിരിക്കും. കുറച്ച് പ്രായം കഴിയുമ്പോൾ പറയും, അയ്യോ ആരെങ്കിലും ഇതൊക്കെ ഒന്ന് നോക്കിത്തരാനുണ്ടായിരുന്നെങ്കിൽ. ചില ആണുങ്ങളെ കണ്ടിട്ടുണ്ടോ, അവര് കല്യാണം കഴിക്കുന്ന ഇതിന് വേണ്ടിയിട്ടാണ്, അല്ലേ? എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ദിവസം കല്യാണം കഴിക്കാൻ, അടുത്ത ദിവസം കല്യാണമാണ്, തലേ ദിവസം പുള്ളി നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പുള്ളി പറയും, നാളെ മുതൽ ഇനി ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യമൊക്കെ അവളുടെ തലയിൽ ഏൽപ്പിക്കാം, സുഖം, ഒരാളെ ആയി. കാരണം ഇതുവരെ അമ്മയുണ്ടായിരുന്നു, ഇനി അമ്മയില്ല, അപ്പം ഇനി ഭാര്യ, അല്ലേ? ചില ഭർത്താക്കന്മാർ ഭാര്യയെ കണ്ടുവച്ചിരിക്കുന്നത് ജൂനിയർ മമ്മി 2.0 എന്നാണ്. അങ്ങനെ മമ്മി അല്ല നിങ്ങളുടെ ഭാര്യ, ഓക്കെ? ആണുങ്ങളോട് പറയുകയാണ്. അല്ലല്ല, സ്വന്തം കാര്യം നോക്കാൻ വയ്യാത്തതുകൊണ്ട് ചായാവനൊരു ഭാര്യ, അതല്ല. പക്ഷെ ഇത് ഈ ഭയം കാരണമാണ്. ആരുമില്ലല്ലോ, രക്ഷിക്കാൻ ആരുമില്ല, നേര് പറഞ്ഞാൻ ആരുമില്ല, ഉപദേശിക്കാൻ ആരുമില്ല, സ്വന്തമായിട്ടെല്ലാം നോക്കി നടത്തണം. എങ്ങനെ, അല്ലേ? ജീവിതം ചോദ്യചിഹ്നം, ഭയം.
അല്ലേ? അതാണ് അവന് രണ്ടാമത് കൊണ്ട്. മൂന്നാമത് നമ്മൾ കണ്ടു, അവിടെ പന്നികളുടെ ഭക്ഷണം പോലും തിന്നാനുള്ള രീതിയിൽ അവൻ തരം താഴ്ന്നു. അതാണ് മൂന്നാമത്തെയായി. എന്താണത്? ഇൻഫീരിയോറിറ്റി, അപകർഷതാബോധം. അതും എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഈ നമ്മുടെ മനുഷ്യരെല്ലാം നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അവർക്ക് അപമാനം കടന്നു വരുന്ന എല്ലാ സിറ്റുവേഷനും അവോയ്ഡ് ചെയ്യും, അല്ലേ? ചിലരൊക്കെ പരീക്ഷ കഴിഞ്ഞിട്ട്, ചില പിള്ളേർ പരീക്ഷ റിസൾട്ട് വന്നു കഴിഞ്ഞ് പിന്നെ തൊട്ടടുത്തുള്ള വീട്ടിലൊന്നും പോകത്തില്ല. അതവർ ചോദിക്കും, എത്ര മാർക്ക്, എത്ര A+ ഉണ്ട്. അയ്യോ, പിന്നെ നാണക്കേടാ, അല്ലേ? ചിലർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ജോലി കിട്ടാതിരിക്കുമ്പോൾ പിന്നെ ഒരിടത്തും പോകത്തില്ല. കാരണം എവിടെ പോയാലും ആളുകൾ ഇരുന്നു. ഇപ്പം എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല, പറഞ്ഞു മടുത്തു. ഈ നാണം, ഈ ലജ്ജ മറക്കണം. അതിനാണ് നമ്മുടെ സമൂഹത്തിൽ പല സിസ്റ്റംസ് ഉണ്ട്, അതിനൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്, അല്ലേ? ഇതിങ്ങനെ ഉള്ളിൽ കിടപ്പുണ്ട്. ഇതെന്താ കാരണം? ആത്യന്തികമായ കാരണം എന്താണ്? നമ്മൾ ദൈവത്തെ വിട്ടുപോയി, ദൈവത്തിനെതിരെ പാപം ചെയ്തു പോയത് നിമിത്തമുള്ള ലജ്ജയാണ് ഈ കടന്നു വരുന്നത്. ഈ അപമാനമാണ് ഉള്ളിൽ കിടക്കുന്നത്. അങ്ങനെ കണ്ടോ, അവന് 3 രീതിയിൽ അവൻ ദൈവത്തിൽ നിന്ന്, അവൻ്റെ പിതാവിൽ നിന്ന് പോയതുകൊണ്ടല്ലേ, അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ ഓടിപ്പോയതുകൊണ്ടല്ലേ ഈ പ്രശ്നമെല്ലാം വന്നത്. അവൻ തനിച്ചായി, അല്ലേ? അവൻ തരം താഴ്ത്തുന്ന, അവനെ തന്നെ ഈ പന്നിയുടെയൊക്കെ തിന്നാൻ വരെ അവനെ തന്നെ തരം താഴ്ച. അങ്ങനെങ്കിലും എൻ്റെ ഉള്ളൊന്ന് നിറയട്ടെ, അല്ലേ? അത്രയ്ക്ക് പരിതാപകരമായ സ്ഥിതിയിലേക്ക് തരം താഴ്ന്നവൻ, അല്ലേ? പിന്നെ കണ്ടത് എന്തായിരുന്നു? അവനെ സഹായിക്കാൻ ആരുമില്ല. അവൻ അരക്ഷിതത്വം അനുഭവിക്കുകയാണ്, അവൻ ഭയത്തിൽ ജീവിക്കുകയാണ്, അല്ലേ? ഇതാണ് നമുക്കും ദൈവത്തിനും ഇടയിൽ സംഭവിച്ചിരിക്കുന്നത്, ദൈവത്തിൽ നമ്മൾ വിട്ടുപോയത്. ഇതിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മളെ രക്ഷിക്കുവാനായിട്ട് ഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്, അല്ലേ? എന്തുകൊണ്ടാണ് നമ്മുടെ രക്ഷകന്റെ പേര് യേശു എന്ന് പറഞ്ഞിരിക്കുന്നത്? യേശുവിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്തുവാ? വചനത്തിൽ നിന്ന് അറിയാം ആർക്കെങ്കിലും? യേശു എന്ന വാക്കിൻ്റെ അർത്ഥം എന്തുവാ? മത്തായി 1 വായിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം. മത്തായി 1 വായിക്കാനല്ല പറഞ്ഞത്, മത്തായി 1 വായിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം. അപ്പം നിങ്ങൾ മത്തായി 1 വായിച്ചിട്ടില്ല. മത്തായി 1-ന്റെ മോളെന്താ പറഞ്ഞ്? അത് ഇമ്മാനുവലിൻ്റെ അർത്ഥം. യേശുവിൻ്റെ അർത്ഥം എന്താ? ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് യേശു എന്ന് പേരിടണം. കാരണം മത്തായി 1-21 വായിച്ചേ. അവൻ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്ക കൊണ്ട് അവനെ യേശു എന്ന് പേരിടണം. അപ്പൊ യേശു എന്തുവാ അർത്ഥം? യേശു എന്ന വാക്കിന്റെ അർത്ഥം എന്തുവാ? രക്ഷ. എന്തിൽ നിന്നുള്ള രക്ഷ? പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവനെന്നാണ് യേശുവിന്റെ അർത്ഥം. അപ്പൊ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കല്ലോ, യേശുവേ യേശുവേ. എന്താ നമ്മൾ പറയുന്നത്? പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവനെ, പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവനെ എന്നാ അതിന്റെ അർത്ഥം. അല്ല വേറെ പലതിൽ നിന്ന് രക്ഷിക്കുന്നല്ല. ഇന്ന് പല പ്രസംഗരും അങ്ങനെയൊക്കെ പറയും. അതല്ല, പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് കടന്നത്. ഈ ബന്ധം വിടർന്നുപോയി. ഇത് നമ്മളെ അതിൽ നിന്ന് രക്ഷിക്കുവാൻ, ഈ പറഞ്ഞ 3 ഐകളിൽ നിന്ന് രക്ഷിക്കുവാനാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാം. ഈ പ്രശ്നങ്ങളും പേര് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കുള്ളിൽ ഏകാന്തതയുണ്ട്. ആരും നമ്മളെ സ്നേഹിക്കുന്നില്ല. ആരെങ്കിലും ഒന്ന് സ്നേഹിച്ചെങ്കിലും എന്നുള്ള ചിന്തയുണ്ട്. നമുക്ക് ആരും രക്ഷിതാവായിട്ടില്ല. നമ്മളെ നോക്കുവാനും പറയാനൊന്നും ആരുമില്ല. നമ്മൾ ആ ഒരു ഭയത്തിൽ ജീവിക്കുകയാണ്. നമ്മൾ ഏത് തലത്തിലേക്കും തരം താഴാനും റെഡിയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ആര് വരുന്നത്? ദുഷ്ടം കടന്നു വരുന്നത്, അല്ലേ? ഇവിടെയാണ് പാപ സ്വഭാവങ്ങൾ വളരുന്നതിൻ്റെ കാരണം. എന്തുകൊണ്ട് ആളുകൾ അഡിക്റ്റായി പോകുന്നത്? ഉള്ളിൻ്റെ ഉള്ളിൽ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ കിടക്കുക. ഈ വിഷപ്പെല്ലാം കിടക്കുന്നത് കൊണ്ടാണ് അഡിക്ഷൻസ് വളർന്നു വരുന്നതിൻ്റെ കാരണം. നിങ്ങൾ എല്ലാ ആഴ്ചയും വീഴുന്ന പാപം നിങ്ങളൊന്ന് ചിന്തിക്കുക. കള്ളം പറയുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു പാപം, സ്ഥിരം പാപമാണ്, അത് ചെയ്യാത്തൊരു ദിവസവും ഇല്ല. ആ പാപം പ്രലോഭനം കൊണ്ടുവരുമ്പോൾ ആ പ്രലോഭനത്തെ അതിജീവിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ആ പാപം ഒന്ന് ചിന്തിക്കണം. ആ പ്രലോഭനം നിങ്ങളോട് എന്തോ ഒരു വാഗ്ദാനം നൽകുന്നുണ്ട്. ആ വാഗ്ദാനം നിരസിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര മോഹന വാഗ്ദാനമാണ് അത് കൊണ്ടുവരുന്നത്, അല്ലേ? എല്ലാ പാപങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രലോഭനമായിട്ട് വരുമ്പോൾ 2 കാര്യങ്ങളാണ് എപ്പോഴും വാഗ്ദാനം ചെയ്യുന്നത്. അതറിയാമോ നിങ്ങൾക്ക്? പാപം പ്രലോഭനമായിട്ട് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് വാഗ്ദാനമായിട്ട് പറയുന്നത് 2 കാര്യങ്ങളായിരിക്കും. ഒന്നെങ്കിൽ പാപം പറയും, നീ പാപം ചെയ്, നിനക്ക് അംഗീകാരം കിട്ടും, മനുഷ്യർ നിന്നെ സ്നേഹിക്കും. അപ്പം ഞാൻ ഈ അകത്ത് എൻ്റെ ഒറ്റപ്പെടലും ഇതൊക്കെ ഇട്ടിരിക്കുമ്പോൾ ഞാൻ ആളുകൾ സ്നേഹിക്കുമല്ലേ. അപ്പം നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ അവിടെ കുറേ പേര് നിന്ന് കുറേ ചീത്ത സംഭാഷണവും തെറിവിളിയും വയ്യാത്തൊരുത്തിനെ കളിയാക്കലും ഒക്കെ ചെയ്യും. അപ്പം നമ്മുടെ ഉള്ളിൽ ഇരുന്ന് പറയും, നീ ഒരു വളിപ്പടി. അപ്പോൾ അവർ നിന്നെ കൂട്ടും, അവർ നിന്നെ അംഗീകരിക്കും. അവർ പറയും നീയും കൊള്ളാമെന്ന് പറയും, നീ ആളെ പിടിലാണോടാ, കട്ടക്ക് ഡയലോഗ് അടിച്ചല്ലോ എന്ന് പറയും. അപ്പം നമ്മളും എന്ത് ചെയ്യും? നമ്മൾ ഏകാന്തതയിലും ഒറ്റപ്പെടലും ഒക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവന്മാർ അംഗീകരിക്കുമല്ലേ, പിന്നെ അവരെ പോലെ സംസാരിക്കാം. കണ്ടോ?
സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് പ്രലോഭനത്തിൽ വീണു. അതാണ് ഒരു തരത്തിലുള്ള പ്രലോഭനം. രണ്ടാമത് പ്രലോഭനം വന്ന് നിങ്ങളോട് പറയുന്നത് എന്താ അറിയാമോ? ഈ പാപം ചെയ്, ഭയങ്കര സുഖം കിട്ടും. അല്ലേ? സിഗരറ്റ് വലി, മദ്യപാനം, ലൈംഗിക പാപങ്ങളൊക്കെ എന്തോ പറയുന്നത്? ഇത് അടിച്ചാൽ അങ്ങോട്ട് വാങ്ങാം, നല്ല വീടിലും ആവും, ഇതല്ലേ പറയുന്നേ? അപ്പോൾ അതെന്താണ്? ഈ നമ്മുടെ അരക്ഷിതാവസ്ഥയും തരം താഴ്ന്ന അവസ്ഥയൊക്കെ ഒന്ന് മറക്കാൻ പറ്റും. ഈ പന്നിയുടെ വാള കൊണ്ട് തരുന്ന പോലാണ്. എടാ ഇതെങ്കിലും കഴിച്ച് നീ വയറും നടക്ക്. പന്നിയുടെ വാളയൊക്കെ തന്നെ ശരി തന്നെ, പക്ഷേ നിനക്കൊന്നുമില്ലല്ലോ കഴിക്കാൻ, ആരും സഹായിക്കില്ല, ഇതെങ്കിലും കഴിയും. മദ്യപാനികൾ പറയുന്നത് അടിച്ചിട്ടുണ്ടോ? സാറേ ഞാൻ പിന്നെ എന്തോ ചെയ്യണം, വീട്ടിൽ പോയാൽ ഭയങ്കര പ്രശ്നം, മറ്റേത് കടബാധ, ഞാൻ പിന്നെ ഇതെങ്കിലും അടിച്ചൊന്ന് മറക്കട്ടെ. അല്ല ഇത് വിഷമാണ്. അല്ല വിഷമെങ്കിലും കുടിക്കാൻ കിട്ടുന്നു, വേറെ ഒന്നുമില്ല. ഇങ്ങനെയാണ് ലഹരി നമ്മുടെ തന്നിട്ട് കള്ളം പറയുന്നത്. പാപം, എല്ലാ പ്രലോഭനങ്ങളും, ഏത് പാപം വേണം എടുത്തോ. അത് നിങ്ങൾ കൊച്ചു യൗവനക്കാരന് മാത്രമല്ല, എല്ലാ പ്രായത്തിലുള്ള അപ്പൂപ്പം മുതൽ താഴോട്ടുള്ള ഏത് കൊച്ചു കുഞ്ഞും പ്രലോഭനത്തിൽ വീഴുന്നതിന്റെ കാരണം ഉള്ളിലുള്ള നമ്മുടെ ഈ പ്രശ്നത്തിന് പരിഹാരമാണെന്നും പറഞ്ഞുകൊണ്ട് വ്യാജ വാഗ്ദാനങ്ങളുമായിട്ട് പാപം കടന്നു വരും. അപ്പം നമുക്ക് ഈ ഉള്ളിലെ ഈ പ്രശ്നം നമ്മൾ യേശുക്രിസ്തുവിലൂടെ നമ്മൾ പരിഹരിക്കുന്നില്ലെങ്കിൽ പാപത്തിന്റെ പ്രലോഭനത്തിൽ വീണു പോകും. അല്ലേ? ഞാനിപ്പോൾ ഉപവസിച്ച് തകർന്നിരിക്കുമ്പോൾ ഒരുത്തം ബിരിയാണി കൊണ്ടുവന്നാൽ ഞാൻ കഴിക്കാതിരിക്കുമോ? പിന്നെ അസമയം ഞാൻ 10 ബിരിയാണി കഴിച്ചേച്ച് വരിക, അവൻ മിനിഞ്ഞാന്നത്തെ വളിച്ച ബിരിയാണി കൊണ്ടുവരിക, എടുത്തോണ്ട് പോടേ. അല്ലേ? ഉള്ളു നിറഞ്ഞാൽ ഈ ബാഹ്യമായ പ്രലോഭനങ്ങളോട് എതിർത്ത് നിൽക്കാൻ പറ്റും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഈ ഉള്ളിലെ ഈ പ്രശ്നങ്ങൾ, മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഈ പ്രശ്നങ്ങൾക്ക് യേശുക്രിസ്തുവിൽ പരിഹാരം കാണണം. അങ്ങനെ പരിഹാരം കണ്ടാൽ ലോകം പറയുന്ന, സാത്താൻ പറയുന്ന, പാപം പറയുന്ന, പ്രലോഭനം പറയുന്ന വ്യാജ വ്യാഖ്യാനങ്ങൾക്ക് നിങ്ങൾ വീണുപോകുകയില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എല്ലാവർക്കും മനസ്സിലായോ? അതോ ഇത് വലിയ ഇതെന്തോ ഈ ചെറുക്കം വന്ന് തത്വചിന്ത പറയുന്നത്, അങ്ങനെ ചോദിക്കുന്നുണ്ടോ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ വിമാ ഒന്ന് പ്രസംഗിച്ചിട്ട് കാര്യമില്ല. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? പ്രായോഗികമായി മനസ്സിലാവുന്നുണ്ടോ? ഇനി കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത്രത്തോളം മനസ്സിലായോ? ശരി. അപ്പോൾ എങ്ങനെയാ കർത്താവ് നമ്മളെ രക്ഷിക്കുന്നത്? അല്ലേ? അതാണ് കുരിശിലെ ദൈവത്തിൻ്റെ പ്രവൃത്തി. അല്ലേ? എന്താ ക്രൂശിൽ സംഭവിച്ചേ? ക്രൂശിൽ എന്താ സംഭവിച്ചേ? ഈ ചോദ്യം നിങ്ങളോട് ആര് ചോദിച്ചാലും നിങ്ങൾ ഉത്തരം പറയാൻ വേണ്ടി ഒരു വാക്യം കാണാൻ പഠിക്കണം. അതാണ് 1 പത്രോസ് 3:18. 1 പത്രോസ് 3:18. അത് തന്നെ ഒന്ന് ആദ്യം കാണാൻ പഠിക്കുക. 1 പത്രോസിൽ ഏതോ ഒരു വാക്യമാണെന്നല്ല, 1 പത്രോസ് 3:18. ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. മതി, അത്രയും പഠിച്ചാൽ മതി. അവിടെ ക്രൂശിൽ സംഭവിച്ച 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് ക്രൂശിൽ എന്തോ സംഭവിച്ചത്? പാപം നിമിത്തമുള്ള മരണം, കഷ്ടം കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ചു. പാപത്തിന്റെ അനന്തരഫലമായ മരണം. മരണം എന്ന് പറയുമ്പോൾ ചുമ്മാ ക്രൂശി കിടന്നിട്ട് ഈ ബാഹ്യമായ മരണമല്ല, ശാരീരിക മരണമല്ല. നമ്മുടെ, എൻ്റെയും നിങ്ങളുടെയും പാപത്തിന്റെ എതിരെയുള്ള ദൈവത്തിന്റെ ക്രോധം യേശുക്രിസ്തുവിന്റെ മേൽ വന്നു. അത് യെശയ്യാവ് 53 എടുത്ത് വായിച്ചാൽ കൂടുതൽ മനസ്സിലാവും. ഇപ്പം നമ്മൾ വായിക്കുന്നില്ല. അപ്പം നമ്മളെല്ലാം പാപം ചെയ്തിട്ട് എന്തുകൊണ്ട് അടി കിട്ടാത്ത? അടി ഏട്ടൻ ഏറ്റു. അല്ലെ? ചില വീടുകളിലെ ഇളയ പിള്ളേർക്ക് ഇത് പറഞ്ഞാൽ അറിയാം. എന്ത് കന്നന്തിരിവ് കാണിച്ചാലും അടി ചേട്ടനോ ചേച്ചിക്കോ ആയിരിക്കും. അനിയൻ സുഖം. ഞാൻ വീട്ടിലെ അനിയനാണ്, അതുകൊണ്ട് എനിക്കത് അറിയാം. എൻ്റെ ചേട്ടൻ അടിയെല്ലാം കൊണ്ടു. അല്ലേ? ചേട്ടനും അനിയനും കൂടെ പോയി കന്നന്തിരിവെല്ലാം കാണിച്ചു. തിരിച്ച് വീട്ടിൽ വരുമ്പോൾ അച്ഛൻ ചേട്ടന് മാത്രമേ കൊടുക്കുന്നുള്ളൂ അടി. അനിയൻ സുഖമായിട്ട് അവിടെയൊക്കെ കറങ്ങി നടക്കുക. നമ്മളെല്ലാം അനിയന്മാരാണ്. യേശു ക്രിസ്തു എന്ന് പറയുന്ന ജ്യേഷ്ഠൻ ദൈവത്തിന് നമ്മളോടുള്ള എല്ലാ ക്രോധത്തിന്റെ അടി കൊണ്ടു. ഈ ജ്യേഷ്ഠന്റെ പ്രത്യേകത, ഈ ജ്യേഷ്ഠൻ നമ്മുടെ കൂടെ പാപം ചെയ്യാൻ വന്നില്ല. അതാണ് പാപം ചെയ്യാത്ത നിഷ്കളങ്കനായ ചേട്ടനെ ദൈവം അടിച്ചു. കാരണം എന്താണ്? നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അല്ലേ? അപ്പൊ പാപത്തിന്റെ അനന്തരഫലമായ ശമ്പളമായ മരണം ക്രിസ്തു ക്രൂശിൽ അനുഭവിച്ചു. രണ്ടാമത് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ, നീതി കെട്ടവർക്കായിട്ട് നീതിമാനായിട്ട്, അല്ലെ, പകരക്കാരനായിട്ട് മരിച്ചു. അപ്പൊ നമ്മുടെ പാപത്തിന്റെ അനന്തരഫലങ്ങൾ പകരക്കാരനായിട്ട് അവൻ നമുക്ക് വേണ്ടി സകലം. നമ്മളായിരുന്നു ആ ക്രൂശി മരിക്കേണ്ടിയിരുന്നത്. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാനായിരുന്നു ആ ക്രൂശി മരിക്കേണ്ടിയിരുന്നത്. ദൈവം എന്നെയായിരുന്നു ദൈവക്രോധത്തിൽ നശിപ്പിക്കേണ്ടിയിരുന്നത്. എനിക്ക് പകരമാണ് യേശു ക്രൂശി മരിച്ചത്. ക്രൂശി മരിച്ചു, യേശു ക്രിസ്തു ക്രൂശി മരിച്ചു എന്നുള്ളത് മാതൃഭൂമി പത്രത്തിലും മനോരമ പത്രത്തിലും ദേശാഭിമാനി പത്രത്തിലും ദുഃഖവെള്ളിയാഴ്ച എഴുതി കാണിക്കും. അതുകൊണ്ടൊരു ഗുണവുമില്ല. അത് വെറും ചരിത്രം. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുമ്പോൾ അത് രക്ഷിക്കുന്ന വിശ്വാസമായി. നിങ്ങളൊക്കെ എന്തോ പറയുന്നത്? യേശു ക്രിസ്തു ക്രൂശി മരിച്ചു, അതോ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുന്നുണ്ടോ?
അപ്പോഴാണ് അത് വ്യക്തിപരമായ വിശ്വാസമാവുന്നത്. അപ്പോഴാണ് അത് വ്യക്തിപരമായ രക്ഷയ്ക്ക് ഹേതുവാകുന്ന വിശ്വാസമാകുന്നത്. നിങ്ങൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തോട് ചോദിക്കാം, ഞാൻ എന്തോ ആയി പറയുന്നു? യേശുക്രിസ്തു നമുക്കെല്ലാവർക്കും വേണ്ടി മരിച്ചു. യേശുക്രിസ്തു ലോകത്തിന് വേണ്ടി മരിച്ചു. യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു. എനിക്ക് പകരക്കാരനായി. ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് അവൻ മരിച്ചു എന്നാണോ പറയുന്നത്? അപ്പോഴാണത് വിശ്വാസമാവുന്നത്. അപ്പോൾ പാപത്തിന്റെ അനന്തരഫലങ്ങൾക്കായിട്ട് എനിക്ക് പകരക്കാരനായി മരിച്ചു. മൂന്നാമത് പറഞ്ഞിരിക്കുന്നതാണ് കാതലായ വിഷയം, ക്രൂശിന്റെ ഉദ്ദേശം. എന്തിനു വേണ്ടി? നമ്മെ ദൈവത്തോട് ചേർക്കുവാൻ. ഓർമ്മയുണ്ടല്ലോ സ്വാതന്ത്ര്യ സമരം, ആദാമിന്റെ സ്വാതന്ത്ര്യ സമരം. ദൈവം ഒന്നും വേണ്ട, നമ്മൾ തന്നെ ആശാൻ, നമ്മൾ തന്നെ തീരുമാനിക്കുമെന്നും പറഞ്ഞ് ദൈവത്തിൽ നിന്ന് വിട്ടുപോയ മനുഷ്യനെ തിരിച്ച് ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നത് ഏതിലൂടെയാണ്? ക്രൂശിലെ മരണത്തിലൂടെയാണ്. അപ്പൊ നമുക്ക് രക്ഷയിലൂടെ കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയാമോ? പാപമോചനത്തെക്കാളും വലിയ അനുഗ്രഹം എന്താണ്? എനിക്ക് ദൈവത്തെ കിട്ടി. മുറിഞ്ഞുപോയ സൗഹൃദം തിരികെ കിട്ടി. അല്ലെ? രക്ഷിക്കപ്പെട്ടപ്പോ എന്തോ ഗുണമെന്ന് ചോദിച്ചാൽ സ്വർഗത്തിൽ പോകാമെന്നല്ല പറയേണ്ടത്, ദൈവത്തെ തിരിച്ചു കിട്ടി. ആ മുടിയനായ പുത്രൻ തിരിച്ച് വീട്ടിൽ കയറി, അപ്പനെ തിരിച്ചു കിട്ടി. അനാഥത്വം തീർന്നു, ഏകാന്തത തീർന്നു. ഇനി എനിക്ക് അപ്പന്റെ കൂടെ നടക്കാം. അതാണ് രക്ഷിക്കപ്പെടുമ്പോൾ രക്ഷയുടെ സന്തോഷം എന്ന് പറയുന്നത്. അപ്പനെ തിരികെ കിട്ടി. അങ്ങനെ ദൈവത്തെ തിരികെ കിട്ടിയോ നിങ്ങൾക്കൊക്കെ? ആദാമിന്റെ വഴിയൊക്കെ പോയത് തെറ്റിപ്പോയി, കർത്താവേ അവൻ കൊണ്ടുപോയി നമ്മളെ പടുകുഴിയിലിട്ടു. നിന്റെ കൂടെ ജീവിക്കുന്നതാണ് ശരി, ജീവന്റെ വൃക്ഷമാണ് ശരി. നീ ശരിയും തെറ്റും പറഞ്ഞു തന്ന് നിന്റെ സൗഹൃദത്തിൽ, സഹവാസത്തിൽ, കൂട്ടായ്മയിൽ, സംസർഗത്തിൽ നിന്നെ കൂട്ടുപിടിച്ച് നടക്കുന്നതാണ് നിത്യജീവൻ, ശരിയായ ജീവൻ എന്ന് നിങ്ങളൊക്കെ പറയുന്നുണ്ടോ നിങ്ങളുടെ ഹൃദയത്തിൽ? അതാണ് രക്ഷ. അങ്ങനെ ദൈവത്തെ തിരികെ കിട്ടുമ്പോൾ നേരത്തെ പറഞ്ഞ ഹൃദയത്തിലെ പ്രശ്നങ്ങൾ, ഏകാന്തത, ഈ പറഞ്ഞ അരക്ഷിതാവസ്ഥ, തരം താഴ്ത്തൽ, ഇതെല്ലാം നീങ്ങും. നീങ്ങുമ്പോൾ എന്ത് പറ്റും? പ്രലോഭനത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയാം. ഇത് കർത്താവ് വിശദീകരിച്ചത് എങ്ങനെയെന്ന് ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ 15:9 വായിക്കാം. യോഹന്നാൻ 15 എടുക്കുക എല്ലാവരും. അല്പനേരം നമ്മൾ അത് ധ്യാനിക്കാനായിട്ട് പോവുകയാണ്. യോഹന്നാൻ 15 അതിൻ്റെ 9 വാക്യം എല്ലാവരും ശ്രദ്ധിച്ചു വായിക്കുക. യോഹന്നാൻ. കേട്ടോ? എല്ലാവരും കേട്ടോ? അത് ഈ വാക്യം കേട്ടപ്പോൾ ആരും തുള്ളിച്ചാടിയില്ലല്ലോ, അല്ലേ? തുള്ളിച്ചാടേണ്ട വാക്യമാണ്. ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ. അതൊന്ന് ചിന്തിക്കണം. എങ്ങനെയാണ് പിതാവ് യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നത്? യേശുക്രിസ്തു പരിപൂർണമായിട്ട് വിശുദ്ധനും അനുസരണവുമുള്ള ദൈവപുത്രനാണ്. അപ്പോൾ പിതാവ് പുത്രനെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? പരിപൂർണമായിട്ട് അങ്ങ് സ്നേഹിക്കുക. അത് പറയാനല്ല ഈ വാക്യം പറഞ്ഞത്. എന്താ പറഞ്ഞത്? പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത്? യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നത് എത്രമാത്രം എന്ന് ചോദിച്ചാൽ യേശു പറയും, പിതാവ് എന്നെ സ്നേഹിക്കുന്നില്ലേ, അതേ സ്നേഹം തന്നെ എനിക്ക് നിന്നോടുള്ളത്. ഞാനോ? അല്ലേ? ഇപ്പുറത്ത് പിതാവും പുത്രനും നമ്മളെ സ്നേഹബന്ധം, ഇപ്പുറത്തെ പുത്രനും ഈ പാപിയായ ഞാനും. എങ്ങനെ ഇത് താരതമ്യം ചെയ്യാൻ പറ്റും? അല്ലേ? ഇപ്പം നിങ്ങൾ സ്കൂളിൽ ഏറ്റവും മോശപ്പെട്ട സ്റ്റുഡൻ്റ് ആണെന്ന് വിചാരിക്കുക, 12 പേപ്പറിലും 0 മാർക്ക് വാങ്ങിക്കുന്ന മിടുക്കനായ സ്റ്റുഡൻ്റ് ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ പോയിട്ട് അവിടുത്തെ പ്രിൻസിപ്പളോട് ചെയ്യോ, പ്രിൻസിപ്പളിന് എന്നെ കാണുമ്പോൾ എന്തോ തോന്നുന്നത്? അത് ക്ലാസ്സിൽ മറ്റേ സ്റ്റുഡൻ്റ് ഇല്ലേ, 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ 1ാം റാങ്ക് വാങ്ങിച്ചവൻ, എനിക്ക് അവനോടുള്ള അതേ സ്നേഹമാണ് എനിക്ക് നിന്നോടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെന്ത് പറയും? പ്രിൻസിപ്പളിന് വട്ടാണെന്ന് തോന്നുന്നു. അത്രയ്ക്ക് സ്നേഹമോ എന്നോടോ? സ്കൂളിന് അപമാനമായിട്ടിരിക്കുകയാണ്. 100% SSLCക്ക് കിട്ടാൻ പോകുന്നില്ല ഞാൻ കാരണം. അങ്ങനെ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പിതാവ് 100 മാർക്ക് വാങ്ങിക്കുന്ന യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് പോലെ പുത്രൻ പറയുകയാണ്, എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്. കേട്ടോ? എല്ലാവരും കേട്ടോ? അതാണ് യേശുക്രിസ്തുവിന് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ആഴം. ഈ വാക്യത്തോട് ചേർന്ന് വായിക്കേണ്ടതാണ് യോഹന്നാൻ 17:23. ആ വാക്യം മൊത്തമായിട്ട് വായിക്കണമെന്നില്ല. യോഹന്നാൻ 17:23 കർത്താവ് പറയുകയാണ്. അവിടെ ഒരു പ്രാർത്ഥനയാണ്. പിതാവിനോട് യേശുക്രിസ്തു പ്രാർത്ഥിക്കുമ്പോൾ പറയുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവല്ലോ. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന കേൾക്കണമെന്നാണ്. ബാക്കി നമ്മൾ വായിക്കുന്നില്ല. പക്ഷെ അവിടെ പിതാവിനോട് പുത്രൻ പറയുകയാണ്, പിതാവേ നിനക്ക് എൻ്റെ ശിഷ്യന്മാരോട്, എൻ്റെ ജനത്തോട് എത്രമാത്രം സ്നേഹമുണ്ട്? നീ എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെ സ്നേഹിക്കുന്നു. അപ്പോൾ പിതാവിന് നിങ്ങളോട് എത്ര സ്നേഹമുണ്ട്? പുത്രനായ യേശുക്രിസ്തുവിനോടുള്ള അതേ സ്നേഹം പിതാവിനുണ്ട്.
പുത്രനായ യേശുക്രിസ്തുവിന് നിങ്ങളോട് എത്രമാത്രം സ്നേഹമുണ്ട്? പിതാവിനാൽ എത്രമാത്രം സ്നേഹം പുത്രൻ സ്വീകരിക്കുന്നോ അത്രയും സ്നേഹം നിങ്ങൾക്ക് തരിക. അപ്പോൾ ഒരു ചോദ്യം, ഈ സ്നേഹത്തെ കവച്ചു വെക്കുന്ന ഏതെങ്കിലും സ്നേഹം ലോകത്തുണ്ടോ? അപ്പോഴാണ് നമ്മൾ പറയുന്നത്, സ്കൂളിൽ മറ്റേ മൂലയിലിരിക്കുന്ന പെൺകുട്ടി എന്നോട് ഐ ലവ് യു പറഞ്ഞില്ലല്ലോ, അല്ലെ ഇപ്പുറത്തിരിക്കുന്ന ഈർക്കിലെ ചെറുക്കൻ എന്നോട് ഐ ലവ് യു പറഞ്ഞില്ലല്ലോ, അല്ലെ ഈ ഐ ലവ് യു കാളൊക്കെ വലിയ ഐ ലവ് യു ആണിത്. പിതാവായ ദൈവം പുത്രനെ നിത്യതയിൽ നിത്യമായിട്ട് സ്നേഹിച്ച ആ സ്നേഹബന്ധം നമുക്ക് പങ്കിടുകയാണ് ഈ ഏഴാം കൂലിയായ നമ്മളോട്, അല്ലേ, വഴി കടന്ന നമ്മളോട്. കേട്ടോ, ഇതാണ് ദൈവം നമ്മളെ ദത്തെടുക്കുമ്പോൾ നമ്മൾ കടന്നു വരുന്ന സ്നേഹത്തിന്റെ വ്യാപ്തി, അല്ലേ. ഇനി ഒരു വാക്യം കൂടെ വായിച്ച യോഹന്നാൻ 15:11. ഇതെല്ലാം കർത്താവ് എന്തിനാ നമ്മളോട് പറയുന്നത്? യോഹന്നാൻ 15:11. ഞാൻ എന്തിനാ ഇതൊക്കെ നിങ്ങളോട് പറയുന്നതെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്? എന്റെ സന്തോഷം നിങ്ങളിലിരിക്കുവാൻ. ഒന്ന് ചിന്തിച്ച്, നമ്മൾ ചിലപ്പോൾ യോഗത്തിനൊക്കെ പോകുമ്പോൾ, നിങ്ങൾ സഭായോഗങ്ങളൊക്കെ പോകുന്ന വ്യക്തികളാണ്, നമ്മൾ പോകുമ്പം ആരാധന തുടങ്ങുമ്പോൾ ചില വ്യക്തികൾക്കൊക്കെ അങ്ങോട്ട് എന്താ ഒരു ദൈവ സന്തോഷം, അല്ലേ. അപ്പം നമ്മൾ ഉള്ളിൽ പറയും, ആ ചേട്ടൻ്റെ ഒരു 10% ദൈവ സന്തോഷമെങ്കിലും നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ, അല്ലേ. നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില വിശ്വാസികൾക്ക് ഭയങ്കര തീക്ഷ്ണത, യേശു പറഞ്ഞാൽ കരയാൻ തുടങ്ങും, രോമാഞ്ചമൊക്കെ വരും. അപ്പം നമ്മൾ പറയും, അയ്യോ ആ പാസ്റ്ററെ പോലെ, ആ യൂത്ത് പാസ്റ്ററെ പോലെ, ആ ചേട്ടനെ പോലെയൊക്കെ എനിക്കും കൂടെ പറ്റിയെങ്കിൽ. ഇവിടെ ആ ചേട്ടനെയൊക്കെ വിട്, അപ്പച്ചനെയൊക്കെ വിട്. ഇവിടെ ആരായി പറയുന്നത്? യേശുക്രിസ്തു നിങ്ങളോട് പറയാണ്, എൻ്റെ സന്തോഷം, എനിക്കെൻ്റെ പിതാവായ ദൈവത്തിലുള്ള സന്തോഷം ഞാൻ നിങ്ങൾക്ക് തരാം. പിന്നെ ആർക്ക് വേണം ഈ പാസ്റ്ററിൻ്റെയും യൂത്ത് പാസ്റ്ററിൻ്റെയും ചേട്ടൻ്റെയും ചേച്ചിയുടെയൊക്കെ? പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ എൻ്റെ സന്തോഷം നിങ്ങൾക്ക് തരാം. ആർക്ക് വേണം ആ സന്തോഷം? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങൾ നിങ്ങൾക്ക് കേട്ടോ. 9-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ നിനക്ക് സ്നേഹം തരാം, പരിപൂർണ സ്നേഹം, നിത്യമായ സ്നേഹം, പിതാവും പുത്രനും തമ്മിലുള്ള സ്നേഹം ഞാൻ നിങ്ങൾക്ക് തരാം. 11-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, എൻ്റെ സന്തോഷം. അപ്പൊ യേശുക്രിസ്തുവിൽ കടന്നു വന്നാൽ എന്ത് കിട്ടും? സ്നേഹവും കിട്ടും, സന്തോഷവും കിട്ടും. നേരത്തെ ഞാൻ എന്തോ പറഞ്ഞ, പ്രലോഭനം കടന്നു വരുമ്പോൾ എന്തോ പറയും? 2 കാര്യങ്ങളാണ് പ്രലോഭനം നമ്മളോട് വെച്ച് മോഹന വാഗ്ദാനം നടത്തുന്നത്. നീ പാപം ചെയ്, നിന്നെ എല്ലാവരും സ്നേഹിക്കും. നീ പാപം ചെയ്, നിനക്ക് സുഖം കിട്ടും. പ്രലോഭനം പറയുന്നത് കേട്ടല്ലോ. ഇനി യേശുക്രിസ്തു പറയുന്നത് കേട്ടോ, നിങ്ങൾ എന്നിൽ കടന്നു വന്നാൽ ഞാൻ എൻ്റെ സ്നേഹം, പിതാവും പുത്രനും തമ്മിലുള്ള നിത്യമായ സ്നേഹം ഞാൻ നിങ്ങൾക്ക് തരാം, എൻ്റെ സന്തോഷം ഞാൻ നിങ്ങൾക്ക് തരാം. യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന അതിശ്രേഷ്ഠമായ സന്തോഷവും സ്നേഹവും അനുഭവിച്ച് രുചിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് ഈ പാപം കൊണ്ടുവരുന്ന 3-ാം കിട പ്രലോഭനത്തിൽ വീഴുമോ? ഞാനിവിടെ ഇങ്ങനെ നല്ല ബിരിയാണിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാ, എടാ ഇന്നലെ ഞങ്ങളുടെ വീട്ടിലെ ഒരു പട്ടി വന്ന് ചത്തപ്പം ആ പട്ടി ഇച്ചിരി ഛർദ്ദിച്ചു, ആ ചോറ് വേണം ഞാൻ നിനക്ക് കോരിത്തരാം, വേണോ? അയ്യേ ഛേ, അല്ലേ. ഇവിടെ നല്ല ബിരിയാണിയും ഇറച്ചിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക, അപ്പോഴവിടെ ഛർദ്ദിച്ചതും കൊണ്ടുവരാം. ഇതാണ് ഞാൻ പറഞ്ഞത്, കർത്താവിൽ നമ്മൾ ശരിയായ സന്തോഷവും സ്നേഹവും കണ്ടെത്തിയാൽ ലോകത്തിന്റെ ചപ്പ് ചവറ് വേണ്ടെന്ന് നോക്കും. ഇങ്ങനെയാണ് പാപശീലങ്ങളോട് നമ്മൾ എതിർക്കേണ്ടത്, അല്ലേ. ദൈവമായ കർത്താവ്, നിന്നിൽ എനിക്ക് പരിപൂർണ സ്നേഹമുണ്ട്, പരിപൂർണ സന്തോഷമുണ്ട്, ലോകത്തിന്റെ സ്നേഹവും സന്തോഷവും വേണ്ട. പലരും വിചാരിക്കുന്നു, ഞാൻ പല യൗവനക്കാരുടെ കൂട്ടായ്മ പോകുമ്പോൾ അവർ വിചാരിക്കുന്നത്, പ്രസംഗം വന്ന് ഇനി കുറേ നേരം ഉറങ്ങണം, ബോറ് പ്രസംഗം, അല്ലേ. ചിലർ വിചാരം അതാണ്, അല്ലേ. സഭ വരുന്നത് ബോറ് പരിപാടി. വീട്ടിലാണെങ്കിൽ വീഡിയോ ഗെയിമുണ്ട്, മറ്റേതുണ്ട്, സിനിമയുണ്ട്, പാട്ടുണ്ട്, പറച്ചുണ്ട്, അല്ലേ. അതൊക്കെ സന്തോഷകരം, ലോകത്തിലെ കാര്യങ്ങൾ. സഭയിൽ കുറേ ജോലിയും കൂലിയില്ലാത്തവന്മാരൊന്ന് പ്രസംഗിക്കും, അല്ലേ. ചില യൗവനക്കാരുടെ ചിന്ത ഇതാണ്, ബോറടിപ്പിക്കാൻ വിളിക്കുന്നു. ഞാൻ ആ ശുശ്രൂഷയ്ക്കല്ല നടക്കുന്ന ആൾ, വേറെ ചിലർ പ്രസംഗിച്ച് ബോറടിപ്പിക്കുന്നുണ്ടായിരിക്കും. ഞാൻ വരുന്ന ഇത് പറയാനാണ്, യൗവനക്കാരെ, ശരിയായ സന്തോഷം, ശരിക്കും നിങ്ങളുടെ ഉള്ളത്തെ സംതൃപ്തി നൽകുന്ന സന്തോഷം ഇവിടെ കിട്ടും. നിങ്ങൾക്ക് ശരിയായ സന്തോഷം തരാനാണ് ഞാൻ വന്നിരിക്കുന്നത്, അല്ലാതെ ബോറടിപ്പിക്കാനല്ല. അതുകൊണ്ടാണ് ആദ്യം വന്നപ്പോഴും ഞാൻ പറഞ്ഞ എയർ വിട്, എല്ലാവരും ഒന്ന് എയറൊക്കെ ഒന്ന് വിട്ടെ. ഇതിങ്ങനെ മൽപ്പിടത്തൊന്നുമല്ല പോകുന്നത്, നമ്മൾ കണക്കും ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കാൻ പോവല്ല, അല്ലേ. നമ്മൾ സന്തോഷം എങ്ങനെ കിട്ടുമെന്ന് പഠിക്കാൻ പോവുക, അല്ലേ. എൻ്റെ ഹൃദയത്തിൽ ഒരു മനുഷ്യന് നൽകാൻ പറ്റാത്ത അംഗീകാരവും സ്നേഹവും, എൻ്റെ ശരിക്കുള്ള അനാഥത്വം എന്നിൽ നിന്ന് നീക്കിക്കളയുന്ന സത്യസ്നേഹം രുചിച്ചറിയാൻ പറ്റും യേശു. പിന്നെ ഇയാൾ എന്നെ കളഞ്ഞേച്ചു പോയി, അവൾ തേച്ചേച്ചു പോയി, ഇതൊക്കെയല്ലേ ഇപ്പോഴത്തെ ഭാഷ, തേപ്പ്, അല്ലേ. ഇതൊന്നും ഓർത്ത് 10 ദിവസം കരഞ്ഞു, അയ്യേ ഛ അല്ലേ. ചിലരെ കൊണ്ട് 3 മാസം വിഷാദ രോഗം പിടിച്ച് കിടന്നു. എന്താ, ഏതോ ഒരു പെണ്ണ് കളഞ്ഞേച്ചു പോയെന്ന്, അല്ലേ. ഇങ്ങനെയൊക്കെ അവർ ഡ്രഗ്സ് അടിച്ചു, മറ്റേതായി മറിച്ച്, അല്ലേ. ഇതൊക്കെ മണ്ടത്തരം. സത്യസ്നേഹം ഇവിടാണ്.
നിന്റെ ഹൃദയത്തെ സംതൃപ്തിയിലേക്ക് നയിക്കുന്ന സ്നേഹവും സന്തോഷവും ഇവിടാണ്, അല്ലേ? അപ്പോൾ ഒരു ചോദ്യം വരും, പാസ്റ്റർ ഇതൊക്കെ കേൾക്കാൻ കൊള്ളാം, ഇതൊക്കെ കൊള്ളാം, തത്വത്തിൽ കൊള്ളാം, എങ്ങനെ അനുഭവിക്കും, അല്ലേ? തത്വത്തിൽ ബോർഡിലൊക്കെ വരച്ച് എല്ലാം പറയാൻ കൊള്ളാം, അനുഭവം വേറെ, അല്ലേ? ഇതെനിക്കെങ്ങനെ അറിയാം? ഈ സന്തോഷം അനുഭവിക്കണ്ടേ, അല്ലേ? ഈ സ്നേഹം അനുഭവിക്കണം. സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ. ഇപ്പം ഞാൻ പറയാണ്, കോട്ടയം ജംഗ്ഷനിൽ അറിയാമോ, നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ വേണ്ടി വരെ തയ്യാറുള്ള സ്നേഹമുള്ളൊരു ചേട്ടനുണ്ട്. അതാരാ? അങ്ങനെ ഏതെങ്കിലും ഒരാൾ അവിടെ പോയി ഇന്ന് നമ്മളെ സ്നേഹിക്കുന്നു പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. സ്നേഹം അനുഭവിച്ചറിഞ്ഞാലേ അതിൻ്റെ സന്തോഷം പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എങ്ങനെ അനുഭവിക്കാൻ പറ്റും? ക്രിസ്തുവിലുള്ള ഈ സ്നേഹവും സന്തോഷവും എങ്ങനെ അനുഭവിക്കാൻ കഴിയും? അതിനാണ് തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് വേണ്ടത്, അല്ലേ? പിതാവ് എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു? തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നിടത്തോളം എന്നെ സ്നേഹിക്കുന്നു. അതാണ് യോഹന്നാൻ 17:23. യോഹന്നാൻ 15:9 കണ്ടു, പുത്രൻ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു? പിതാവ് പുത്രനെ സ്നേഹിക്കുന്ന അത്രത്തോളം പുത്രൻ എന്നെ സ്നേഹിക്കുന്നു. മൂന്നാമനായ പരിശുദ്ധാത്മാവ് എന്തിനാ കടന്നു വരുന്നേ? റോമാലേഖനം 5:5 വായിച്ചേ. റോമാലേഖനം 5:5. ദൈവത്തിന്റെ സ്നേഹം, പതുക്കെ വായിച്ചാട്ടെ. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. അപ്പൊ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളങ്ങളിലേക്ക് പകർന്നിരിക്കുമ്പോൾ നമുക്ക് എന്തോ കൊണ്ട് നമ്മൾ നിറയുമെന്നാ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിന്റെ സ്നേഹം. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ ചിന്തിക്കണം, യോഹന്നാൻ 15:9, 17:23. ദൈവത്തിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അതാണ്, പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത് പോലെ, പുത്രൻ പിതാവിൽ നിന്ന് ആ സ്നേഹം സ്വീകരിക്കുന്ന പോലെ ആ ത്രിയേക ദൈവത്തിന്റെ അകത്തുള്ള നിത്യമായ സ്നേഹം പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ എൻ്റെ ഉള്ളത്തിൽ കടന്നു വരും. അതുകൊണ്ടാണ് എന്ത് വേണമെന്ന് പറയുന്നത്? പരിശുദ്ധാത്മാവിനാൽ നിറയണം എന്ന് പറയുന്നത്. അല്ലാതെ ആത്മാവിനാൽ നിറഞ്ഞാൽ എനിക്ക് അത്ഭുതം ചെയ്യാൻ പറ്റും, സൗഖ്യം ചെയ്യാൻ പറ്റും, അതൊക്കെ മൂന്നാമതും നാലാമതും അഞ്ചാമതുമാണ്. ഒന്നാമത്തെ കാരണം ദൈവസ്നേഹം രുചിച്ചറിയാൻ. അതുകൊണ്ടാണ് ചിലർ പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കും കിടന്ന് പോയി വിളിക്കുന്നതും തലേ കിടന്ന് മറിയുന്നതും, അല്ലെ? നമ്മൾ ഇതെന്തോ കാണിച്ചു കൂട്ടുന്നത് നമ്മൾ ചോദിക്കുന്നത്. കാരണം എന്താണ്? ഇലക്ട്രിക് ഷോക്ക് പോലെ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്താ അനുഭവിക്കുക? പരിപൂർണ സ്നേഹം, അല്ലെ? ദൈവം നിങ്ങളെ പരിപൂർണമായിട്ട് യേശുക്രിസ്തുവിനെ പോലെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ സ്നേഹം അതിൻ്റെ ഒരു 10% എടുത്ത് നിങ്ങളുടെ നെഞ്ചത്തോട്ട് നിന്ന് നിങ്ങളെന്തോ ചെയ്യും? ഇങ്ങനെ ഇരിക്കുമോ? ഇപ്പം എൻ്റെ പ്രസംഗം കേൾക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കുമോ? നിങ്ങൾ തുള്ളിച്ചാടി ബഹളം വെച്ച് മറിഞ്ഞു വീണ് ചിലപ്പോൾ ഒന്ന് വിറച്ചെന്നൊക്കെ ഇരിക്കും. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാ നിറവ് ആദ്യമായിട്ട് പ്രാപിക്കുന്ന ചിലര് സ്ഥലം ഒക്കെ മറന്ന് ചിലപ്പോൾ ഒന്ന് സന്തോഷിച്ചെന്നിരിക്കും, കൂവി വിളിച്ചെന്നിരിക്കും. കാരണം ഇന്നേ വരെ അവർ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും വേറെ സഹോദരങ്ങളിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നും ഒന്നും പ്രാപിക്കാത്ത പരിപൂർണ നിത്യസ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു കളങ്കവും ഇല്ലാത്ത, ഒരു വ്യാജവും ഇല്ലാത്ത ആത്മാർത്ഥ സ്നേഹം ദൈവത്തിന്റെ സ്വർഗത്തിൽ നിന്നാണ് നിങ്ങളുടെ ഹൃദയത്തിലോട്ട് ഇറങ്ങി വരിക, അല്ലേ? എന്ന് മാത്രമല്ല പരിപൂർണ സന്തോഷവും ഇറങ്ങി വരും. അയ്യോ, പിന്നെന്താ വേണം? അതാണ് ആത്മാവിനാൽ നിറയണമെന്ന് പറയുന്നത്, അല്ലേ? ആത്മാവിനാൽ നിറയുമ്പോൾ എന്ത് പറ്റുന്നു? കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. ആത്മാവ് രണ്ടാമതായിട്ട് കൊണ്ടുവരുന്നത് എന്താണ്? യോഹന്നാൻ 14:16-18. യോഹന്നാൻ 14:16-18. ഞാൻ പിതാവിനോട് ചോദിച്ച് സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥൻ അല്ലെങ്കിൽ മറ്റൊരു ആശ്വാസദായകൻ നിങ്ങൾക്ക് ഞാൻ അയക്കും. ലോകത്തിന് ഇത് പ്രാപിക്കുവാൻ കഴിയത്തില്ല. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ, യേശുക്രിസ്തു പറയാണ്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. പക്ഷെ എങ്ങനെ വരുന്നേ? പരിശുദ്ധാത്മാവിലൂടെ കടന്നു വരും. അപ്പോൾ അവന്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ നിറയും. സാന്നിധ്യം വന്നാൽ എന്താ ഗുണം? ദൈവത്തിന്റെ സാന്നിധ്യം വന്നാല് സങ്കീർത്തനം 16:11 വായിച്ചേ. ദൈവ സാന്നിധ്യത്തിന്റെ പ്രത്യേകത. സങ്കീർത്തനം 16:11. നിന്റെ സന്നിധിയിൽ എന്തോ ഉണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്? സന്തോഷമുണ്ടെന്നാണോ പറഞ്ഞിരിക്കുന്നത്? സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ടെന്ന്. അവിടെ ബോറടിക്കുമോ? ചിലരൊക്കെ പറയുന്നത്, മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിൽ പോയിട്ടേ ഒരിക്കലും തീരാത്തൊരു പ്രാർത്ഥനാ യോഗത്തിൽ കൂടണം. ചുമ്മാ ഇങ്ങനെ പാട്ടും പ്രാർത്ഥനയായിട്ട് ഇങ്ങനെ നിത്യതോളം എന്തൊരു ബോറല്ലേ. ഇവിടെ തന്നെ 2 മണിക്കൂർ കഴിച്ചു കൂട്ടാൻ പെടുന്ന പാട് ഇന്നാണ് സ്വർഗത്തിൽ ഒരിക്കലും തീരാത്ത പ്രാർത്ഥനയെന്ന്. അവർക്കിത് അറിഞ്ഞുകൂടാ. ദൈവസന്നിധി എന്താണ്?
പരിപൂർണ സന്തോഷമുള്ള സ്ഥലമാണ്. എന്ന് മാത്രമല്ല വലതുഭാഗത്ത് എന്തുകൊണ്ട്? പ്രമോദങ്ങൾ. ഈ മലയാളം ബൈബിളിലെ പല വാക്കും മലയാളികൾക്ക് അറിഞ്ഞൂടാ. പ്രമോദിനെ അറിയാം, പ്രമോദങ്ങൾ എന്താ അറിയാം? പ്രമോദങ്ങൾ എന്നുള്ള വാക്കൊന്നും നമ്മൾ സാധാരണ മലയാളത്തിൽ ഉപയോഗിക്കുന്നതല്ല. എന്താ പ്രമോദം? പ്ലഷേഴ്സ്, സുഖം. നിന്റെ സന്നിധിയിൽ എന്തുകൊണ്ടെന്ന്? നിത്യ സുഖമുണ്ടെന്ന്, ഒരിക്കലും തീരാത്ത സുഖം അല്ലേ? പരിപൂർണതയുണ്ട്, ഒരിക്കലും തീരാത്ത സുഖമുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? ആത്മാവ് നമ്മുടെ ഉള്ളത്തിൽ കടന്നു വരുമ്പോൾ അവൻ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം കൊണ്ടുവരും. യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ എന്തുണ്ട്? സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. അപ്പോൾ റോമാലേഖനം 5:5 നിന്ന് പഠിച്ചു, യേശുക്രിസ്തുവിൻ്റെ സ്നേഹം ഞാൻ രുചിച്ചറിയണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നിറയണം. യേശുക്രിസ്തു സന്തോഷം തരാമെന്ന് പറഞ്ഞാൽ ആ സന്തോഷം എങ്ങനെ പ്രാപിക്കാം? അവൻ്റെ സാന്നിധ്യത്താൽ ഞാൻ നിറയണം, പരിശുദ്ധാത്മാവിനാൽ നിറയണം. അപ്പോൾ പ്രലോഭനം കൊണ്ടുവരുന്നത് ഇത് രണ്ടുമാണ്. സ്നേഹം തരാം, സുഖം തരാം. പകരം എന്ത് വേണം? പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് യേശുക്രിസ്തുവിലുള്ള പരിപൂർണ സ്നേഹവും സന്തോഷവും പ്രാപിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറയാതെ പ്രലോഭനങ്ങൾക്കെതിരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഈ അനുഭവം ഇല്ലല്ലെങ്കിൽ. ഒരു ചുമ്മാ പറയാം ബിരിയാണി കഴിക്കാമെന്നൊക്കെ പറയാം. ബിരിയാണി കഴിക്കണേ ഇത് വേണം, എങ്കിലേ ഈ മൂന്നാംകിട പ്രലോഭനങ്ങൾക്കെതിരെ നമുക്ക് പിടിച്ചു നീക്കാൻ പറ്റത്തുള്ളൂ, അതിൻ്റെ വാഗ്ദാനങ്ങൾക്കെതിരെ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതോ അങ്ങ് കൂടി തത്വചിന്തയായി പോയോ? മൂന്നാമതായിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് എന്താ കൊണ്ടുവരുന്നതെന്നറിയാമോ? റോമാലേഖനം 8:2. റോമാലേഖനം 8-ാം അധ്യായം എൻ്റെ 2-ാമത്തെ വാക്യം വളരെ ശ്രദ്ധയോട് കേൾക്കണേ. ഇങ്ങനെയാണ് മലയാളം ബൈബിളിൽ തർജ്ജിമ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ആ വാക്കുകളുടെ, ആ പദങ്ങളുടെ ക്രമത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം ഇങ്ങനല്ല യവന ഭാഷയിൽ എഴുതിയിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എന്നാണ് പറഞ്ഞത്. അങ്ങനല്ല ബൈബിളിൽ. യവന ഭാഷയിൽ അങ്ങനല്ല. ആത്മാവിൻ്റെ പ്രമാണമായ യേശുക്രിസ്തുവിൻ്റെ ജീവൻ എന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. എത്ര പേർക്ക് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം? എത്ര ശ്രമിച്ചിട്ടും ഈ പാപത്തിൽ വീണു പോകുന്നു എന്ന് പറയുന്ന പാപങ്ങളില്ലേ? ചില കൺമോഹങ്ങൾ, നുണ പറയുന്നത്, ലൈംഗിക പാപങ്ങൾ, ചില ഈ പറഞ്ഞ മദ്യം, മറ്റേത് മറിച്ച് ആസക്തികൾ അല്ലേ? ഇതെല്ലാം നമ്മൾ എത്ര ശ്രമിച്ചിട്ടും മുറുകെ പിടിക്കുകയാണ് അല്ലേ? അങ്ങനത്തെ പാപങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം വേണമെങ്കിൽ എന്തോ വേണമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്? വേറൊരു പ്രമാണം കടന്നു വരണം. ആ പ്രമാണം ആരുടെയാണ്? പരിശുദ്ധാത്മാവിൻ്റെ പ്രമാണമാണ്. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ പ്രമാണം എന്ന് പറയുമ്പോൾ നിയമം എന്നുള്ള അർത്ഥമാണ്. അത് ചുമ്മാ ചുമ്മാ ഇങ്ങനെ എഴുതി വെക്കുന്നല്ല, 1, 2, 3 കൽപ്പനകളല്ല. എന്താണ് ഈ പ്രമാണം? ഇതൊരു ജീവനാണ്. ജീവൻ എന്ന് പറഞ്ഞാൽ ജീവിതമല്ല, ജീവൻ എന്ന് പറഞ്ഞാൽ ഒരു ശക്തി, ഒരു ചൈതന്യം. അത് ആരുടെ ജീവനാണ്? യേശുക്രിസ്തുവിൻ്റെ ജീവൻ. അതായത് യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പാപം ചെയ്തോ? അത് പറഞ്ഞിടായോ? പാപം ചെയ്തില്ല അവൻ. യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പാപം ചെയ്യാതെ ജീവിക്കുവാൻ തൻ്റെ ശരീരത്തെ ചലിപ്പിച്ച ആ ജീവനുണ്ടല്ലോ, ആ ജീവൻ എന്നിൽ കടന്നു വരും പരിശുദ്ധാത്മാവിലൂടെ. അവൻ്റെ കയ്യെ ചലിപ്പിച്ച അതേ ജീവൻ എന്നിൽ കടന്നു വരും. അവൻ്റെ കണ്ണിനെ ചലിപ്പിച്ച അതേ ജീവൻ എൻ്റെ കണ്ണിലേക്ക് വരും. എങ്ങനെ വരും? പരിശുദ്ധാത്മാവിലൂടെ കടന്നു വരും. അപ്പോൾ എനിക്കെന്ത് പറ്റും? പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം വരും. അതുകൊണ്ടാണ് 11-ാം വാക്യം കൂടെ വായിച്ചേ. റോമർ 8:11 വീണ്ടും വിശദീകരിച്ച് പറഞ്ഞിരിക്കുകയാണ് അപ്പോസ്തലൻ. ഉയിർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ കടന്നു വന്നാൽ കണ്ടോ, മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ജീവൻ കടന്നു വരുമ്പോൾ എന്ത് ജീവനാ വരുന്നത്? ഉയിർപ്പിന്റെ ജീവനാണ് കടന്നു വരുന്നത്. മരിച്ചു കിടന്ന യേശുവിനെ ആ മരണപാശങ്ങളിൽ നിന്ന്, ആ കല്ലറയിൽ നിന്ന് ഉയർത്തുവാൻ ദൈവം ഉപയോഗിച്ച അതേ ശക്തി എൻ്റെ ഉള്ളത്തിലേക്ക് കടന്നു വരും. മരണത്തെ അതിജീവിക്കുവാൻ കഴിയുന്ന ശക്തിക്ക് പ്രലോഭനത്തെ അതിജീവിക്കുവാൻ പറ്റുമോ? അവിടാണ് വിശ്വാസം വേണ്ടത്. അതാണ് പരിശുദ്ധാത്മ ശക്തി. ഈ പരിശുദ്ധാത്മ ശക്തിയുടെ ഒരു തെളിവാണ്, ഒരു സാമ്പിളാണ് മരിച്ചു കിടന്ന കർത്താവിനെ ഉയർത്തിയ ശക്തിയെക്കുറിച്ചായി പറയുന്നത്. അല്ല സാധാ ശക്തിയൊന്നുമല്ല അല്ലേ? ഏറ്റവും അസാധ്യമായ ഒരു കാര്യമാണ് മരിച്ച ഒരാളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് അല്ലേ? അത് പ്രവർത്തിച്ച അതേ ശക്തിക്ക് എൻ്റെ ഉള്ളത്തിൽ കടന്നു വന്ന് എൻ്റെ കയ്യേയും കാലേയും എൻ്റെ അധരങ്ങളെയൊക്കെ നിയന്ത്രിച്ചാൽ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം തരാൻ കഴിയും. അതാണ് പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചാൽ പാപത്തിൻ്റെ മേലുള്ള ജയജീവിതം നയിക്കുവാൻ കഴിയും. നമ്മൾ ചിലപ്പോഴൊക്കെ പറയാം ഈ പ്രലോഭനം ഭയങ്കര പാടാണ്, എന്നെ കൊണ്ട് പറ്റത്തില്ല.
ഭയങ്കര തീവ്രമായ പ്രലോഭനം, എനിക്ക് പാപം ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം നമ്മളെന്താ പറയുന്നത്? പാപത്തിൻ്റെ ശക്തിയാണ് യേശുക്രിസ്തുവിൻ്റെ ഉയിർപ്പിൻ്റെ ശക്തിയെക്കാളും വലുതെന്ന്. അതാണ് അവിശ്വാസം. ആദ്യം വിശ്വസിക്കണം. കർത്താവിനെ ഉയർപ്പിച്ച അതേ ശക്തിക്ക് എന്നെ എല്ലാ പാപത്തിൽ നിന്നും വിടുവിക്കാൻ പറ്റും. ഞാൻ ഈ പ്രസംഗിക്കുന്നത് ചുമ്മാ ഏതെങ്കിലും ബൈബിൾ സ്കൂളിൽ പോയി പഠിച്ച കാര്യങ്ങളൊന്നുമല്ല. ഇതൊന്നും ഒരു ബൈബിൾ സ്കൂളിൽ ഞാൻ പഠിപ്പിച്ച് കേട്ടിട്ടുമില്ല. ഇതൊക്കെ എനിക്ക് ദൈവം എൻ്റെ വ്യക്തിപരമായ പാപവുമായിട്ടുള്ള പോരാട്ടത്തിൽ ഞാൻ പഠിച്ച പാഠങ്ങളാണ്. അല്ലാതെ ഇതൊന്നും ഒരു പ്രസംഗം ഞാൻ ഇന്നേവരെ കേട്ടിട്ടില്ല. ഈ റോമർ 8:2 ആരും പ്രസംഗിച്ച് കേട്ടിട്ടില്ല. ഇത് ഞാൻ എൻ്റെ അനുഭവ വെളിച്ചത്തിലാണ് പറയുന്നത്. അതുകൊണ്ടാണ് എനിക്കറിയാം. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമോ? ഞാനിപ്പോഴും യൗവനക്കാരുടെ കൂട്ടായ്മയിലൊക്കെ കൂടുന്നതിന് കാരണം ഞാനിപ്പോഴും യൗവനക്കാരുടെ കൂടെയാണ്. ഞാൻ കല്യാണവും കഴിച്ചിട്ടില്ല, എനിക്ക് കുടുംബമില്ല, ഒന്നുമില്ല. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ എവിടെ പോയാലും. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം നന്നായിട്ട് അറിയാം. ഏകാന്തതയുടെ പ്രശ്നം അറിയാം, ആരും സ്നേഹിക്കുക ഇല്ല എന്നുള്ള പ്രശ്നം അറിയാം. കാരണം ഞാൻ അക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം സഭയ്ക്കകത്തെ പ്രശ്നങ്ങളൊക്കെ. ആരും എന്നെ നോക്കാനുമില്ല, പറയാനുമില്ല, എന്നെ ഗൈഡ് ചെയ്യാനുമില്ല, എന്നെ സ്നേഹിക്കാനുമില്ല. അതെനിക്കറിയാം. സഭയ്ക്കകത്തും അങ്ങനെയൊക്കെ തന്നെ. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ പ്രശ്നം നന്നായിട്ടറിയാം. ലൈംഗിക പ്രലോഭനങ്ങളുടെ പ്രശ്നം എനിക്ക് നന്നായിട്ടറിയാം. എനിക്ക് അടുത്ത വർഷം 40 വയസ്സാവും. ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല, ഇതുവരെ ഒരു പെൺകുട്ടിയായിട്ട് ഒരു പ്രേമബന്ധത്തിലായിട്ടില്ല, ഒരു കൈ പോലും പിടിച്ചിട്ടില്ല ഞാൻ. അതുകൊണ്ട് എനിക്ക് പ്രലോഭനങ്ങളുടെ ശക്തി നന്നായിട്ടറിയാം. അതുകൊണ്ട് ചുമ്മാ വന്നിട്ട് പാസ്റ്റർമാർ പറയുന്ന പോലെ ചുമ്മാ എന്തെങ്കിലും സിദ്ധാന്തം അടിച്ചേച്ച് പോവല്ലേ ഞാൻ. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാണ്, പ്രിയപ്പെട്ടവരെ, ഏത് പ്രലോഭനമായിക്കോട്ടെ നിങ്ങളുടെ ജീവിതത്തിലുള്ള, കള്ളം പറയുന്നതാകട്ടെ, ലൈംഗിക പാപമാകട്ടെ, മദ്യാസക്തി ആകട്ടെ, മയക്കുമരുന്നാകട്ടെ, വേറെന്ത് മൊബൈൽ ഫോൺ ആകട്ടെ, വേറെ എന്ത് കുന്തോ ആയിക്കൊള്ളട്ടെ, അതിനെ അതിജീവിക്കുവാൻ കഴിയുന്ന ശക്തിയെക്കുറിച്ചായി പറയുന്നത് അല്ലേ? പരിശുദ്ധാത്മാവ് ജീവൻ നൽകും. അപ്പം നമ്മൾ എന്താ കണ്ടേ? 3 കാര്യങ്ങൾ പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ഒന്ന്, എനിക്ക് സ്നേഹം നൽകും. പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹം എനിക്ക് രുചിച്ചറിയുവാൻ കഴിയും. ആ ബോഡി വരച്ച് തത്വം ബുദ്ധിയിൽ അറിയുന്ന കാര്യമല്ല, രുചിച്ചറിയുവാൻ കഴിയും. എൻ്റെ ഉള്ളത്തിലേക്ക് അത് എനിക്ക് അനുഭവിക്കുവാൻ കഴിയും. എൻ്റെ ഉള്ളത്തിന് ആഗ്രഹിക്കുന്ന ആ ദാഹം, ആ വിശപ്പ്, എന്നെ ആരും സ്നേഹിക്കാനില്ലല്ലോ, എന്നെ ആരും അംഗീകരിക്കാനില്ല, ആ വിശപ്പ് അടക്കുന്ന ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹം രുചിച്ചറിയുവാൻ കഴിയും. രണ്ടാമതായിട്ട് എന്തുകൊണ്ട്? പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ അവൻ്റെ സാന്നിധ്യം കൊണ്ടുവന്നിട്ട് പരിപൂർണ സന്തോഷം കൊണ്ടുവരും. തികഞ്ഞ സന്തോഷം. ഏത് കഷ്ടതയുടെ നടുവിലും നമുക്ക് സന്തോഷിക്കാൻ പറ്റും. എത്ര ജീവിതം പരിതാപകരമായാലും രാത്രി ഇന്ന് പാട്ടൊക്കെ പാടി ബോളം വെക്കാൻ പറ്റും അല്ലെ? അപ്പോസ്തലന്മാരെ കണ്ടില്ലേ? കാരാഗ്രഹത്തിലൊക്കെ പിടിച്ചിട്ടിരിക്കുക പാട്ട് രാത്രി. അല്ലാതെ അയ്യോ അയ്യോ വേദനിക്കുന്നതെന്നല്ല പറയുന്നത്. ആരെങ്കിലും ഒന്ന് ജയിലിൽ അഡ്വക്കേറ്റിനെ കാണാൻ പോയെന്നല്ല പറയുന്നത്. ഞങ്ങളിവിടെ നിന്ന് പാട്ടൊക്കെ പാടും അല്ലേ? ഏത് സാഹചര്യത്തെ അതിജീവിക്കാൻ കഴിയുന്ന സന്തോഷം. ഒന്നിനും അടിമയല്ല അല്ലേ? മൂന്നാമതായിട്ട് എന്തുകൊണ്ട്? ജീവൻ. യേശുക്രിസ്തുവിന്റെ ജീവൻ എൻ്റെ ഉള്ളിൽ കടന്നു വന്ന് എനിക്ക് പാപത്തെ അതിജീവിക്കാൻ കഴിയും, പ്രലോഭനത്തെ അതിജീവിക്കാൻ കഴിയും, എനിക്ക് ശക്തി ലഭിക്കും, ബലം ലഭിക്കും. യേശു ഭൂമിയിൽ ജീവിച്ചതുപോലെ പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റും. അപ്പോൾ ചോദ്യം പറഞ്ഞു നിർത്തുമ്പോൾ, നിങ്ങൾക്ക് ഈ പരിശുദ്ധാത്മാവിനെ വേണോ? അല്ലേ? ഇത്രയും ഞാൻ വായിട്ടലച്ചത് അതിനു വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ പാപത്തിൻ്റെ ശീലത്തിൽ, ഈ പറഞ്ഞ പോലെ അഡിക്ഷൻസിൽ പോവുകയാണെങ്കിൽ, പാപശീലം മുറിക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളെ അടിമകളാക്കി വെച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ ആവശ്യം എന്നറിയാമോ? യേശുവിൻ്റെ സ്നേഹവും യേശുവിൻ്റെ സന്തോഷവും യേശുവിൻ്റെ ജീവനും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരണം. അതിനൊരു വ്യക്തിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയത്തുള്ളൂ, പരിശുദ്ധാത്മാവ്. നിങ്ങൾ എത്ര പേര് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ടതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. രക്ഷിക്കപ്പെടണേലും ആരുടെ സഹായം വേണം? പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം അല്ലേ? റോമർ 10 പറയുന്നു, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നാവ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം. എന്ത്? യേശു തന്നെയാണ് കർത്താവ് എന്ന് ഏറ്റുപറയണം. ആദാം എന്തോ പറഞ്ഞുകൊണ്ട് പോയേ? ഞാൻ തന്നെ എൻ്റെ കർത്താവ്, ഞാൻ തന്നെ തീരുമാനിക്കും ഏതാ ശരി ഏതാ തെറ്റെന്ന്. അതാണ് മനുഷ്യരാശി മൊത്തം ചെയ്തത്. മടങ്ങി വന്ന് ദൈവത്തോട് പറയേണ്ടത് അല്ല, ജീവന്റെ വൃക്ഷം യേശുവാണ് കർത്താവ്, ഇനി നീ തീരുമാനിക്കും ശരി ഏതാ തെറ്റാണ്. അങ്ങനെ ഈ ആദാമിൻ്റെ പുറകെ ഈ റവല്യൂഷൻ അടിക്കാൻ പോയ തലമുറയിൽ നിന്ന് നമ്മൾ തിരിഞ്ഞ് യേശു ക്രിസ്തുവിൻ്റെ അടുക്ക വന്ന് പറയണം, നീയാണ് കർത്താവ്. അങ്ങനെ പറഞ്ഞ് യേശു തന്നെയാണ് കർത്താവ് എന്ന് പറയുമ്പോഴാണ് എന്ത് പറ്റുന്നത്? രക്ഷ ലഭിക്കുന്നത്. പക്ഷേ യേശുവാണ് കർത്താവ് എന്ന് എങ്ങനെ പറയാൻ പറ്റും? 1 കൊരിന്ത്യർ 12:3 പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് കൂടാതെ ഒരു വ്യക്തിക്കും യേശു തന്നെയാണ് കർത്താവ് എന്ന് പറയുവാൻ കഴിയുകയില്ല. അവിടെയും പരിശുദ്ധാത്മാവ് തന്നെ വേണം. അപ്പോൾ നിങ്ങളെ രക്ഷിക്കപ്പെടാത്ത, ഇന്നേ വരെ മാനസാന്തരപ്പെട്ട് ശരിയായ രീതിയിൽ കർത്താവിനോട് അടുക്കാത്ത ഏതെങ്കിലും വ്യക്തികൾ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ അതാദ്യം ചെയ്യണം. പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമേ, യേശു തന്നെ കർത്താവെന്ന് ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ വിശ്വസിച്ച് ഏറ്റുപറയുവാൻ എന്നെ സഹായിക്കണം. ബാക്കിയിരിക്കുന്നവർ, രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ദൈവമക്കളായവർ പാപം ചെയ്യാതെ ജീവിക്കുവാൻ, പാപത്തിന്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ
പാപശീലങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ കർത്താവേ എന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. യേശുവിൻ്റെ സ്നേഹവും യേശുവിൻ്റെ സന്തോഷവും യേശുവിൻ്റെ ജീവനും കൊണ്ട് എൻ്റെ ഉള്ളം നിറഞ്ഞ് ഈ പ്രലോഭനങ്ങൾ കൊണ്ടുവരുന്ന മൂന്നാംകിട വാഗ്ദാനങ്ങൾക്ക് ഞാൻ വീഴാതെ വണ്ണം ബലമുള്ളവനായി മാറണം. അപ്പോൾ രണ്ടു കൂട്ടർക്കും എന്താ വേണ്ടേ? പരിശുദ്ധാത്മ നിറവാണ് വേണ്ടത്. അപ്പം നമ്മൾ അല്പനേരം പ്രാർത്ഥിക്കാൻ പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മ നിറവ്, രക്ഷിക്കപ്പെട്ടവരാകട്ടെ രക്ഷിക്കപ്പെടാത്തവരാകട്ടെ, നിങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ സ്പർശിക്കപ്പെടുവാൻ വേണ്ടി നമ്മൾ അല്പനേരം പ്രാർത്ഥിക്കാൻ പോവാണ്. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. ദൈവവചനം കേട്ടപ്പോൾ ദൈവം നിങ്ങളോട് പറഞ്ഞ കാര്യത്തോട് നിങ്ങൾ പ്രതികരിക്കുക. ചിലപ്പോൾ ഒരു പാപം നിങ്ങളുടെ ഉള്ളത്തിൽ ദൈവമായിട്ട് ഓർമ്മിപ്പിച്ച് കാണും. നീ ഈ പാപത്തിന് അടിമയാണ്, നീ ഈ പാപത്തിൽ മാനസാന്തരപ്പെട്ടിട്ടില്ല. അത് നിങ്ങൾ കർത്താവിനോട് ഏറ്റുപറയുക. കർത്താവെ, എൻ്റെ ഉള്ളിലെ ഏകാന്തത മാറ്റുവാൻ ഞാൻ കർത്താവെ ഈ വ്യക്തിയെ എൻ്റെ ദൈവമാക്കി വെച്ചിരിക്കുകയാണ്. ഈ ബന്ധത്തെ ഞാൻ എൻ്റെ രക്ഷയാക്കി വെച്ചിരിക്കുകയാണ് കർത്താവെ. ഈ പെൺകുട്ടിയെ അല്ലെങ്കിൽ ഈ ആൺകുട്ടിയെ ഞാൻ നോക്കി വെച്ചിരിക്കുകയാണ് കർത്താവെ. അല്ലെങ്കിൽ ഈ ഒരു ലഹരിയെ ഞാൻ എൻ്റെ ഉത്തരമായിട്ട് കണ്ടിരിക്കുകയാണ് കർത്താവ്. എൻ്റെ ഉള്ളത്തിലെ പാപം നിമിത്തം കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമായിട്ട് പ്രായോഗിക ജീവിതത്തിൽ ഞാൻ കണ്ടുവച്ചിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് കർത്താവെ. ഞാനത് ഇന്ന് പഠിച്ചു. അതിനൊന്നും എനിക്ക് സ്ഥായിയായ പരിഹാരം ലഭിക്കുകയില്ല. യേശുക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ ശരിയായ പരിഹാരം. നിലനിൽക്കുന്ന ഉത്തരം അവനിൽ മാത്രമാണ്. അതുകൊണ്ട് മറ്റ് ഉത്തരങ്ങളിൽ നിന്നെല്ലാം ഞാൻ തിരിഞ്ഞ് നീ തന്നെയാണ് കർത്താവ് എന്ന് ഏറ്റുപറഞ്ഞ നിന്റെ അടുക്കലേക്ക് മടങ്ങി വരികയാണെന്ന് ഉള്ളം കൊണ്ട് പ്രാർത്ഥിക്കുക. അല്ലാതെ ഞാനും പാസ്റ്ററും മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, നിങ്ങളും കൂടെ ഉള്ളത്തിലൂടെ പ്രാർത്ഥിച്ചാലേ ദൈവം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകത്തുള്ളൂ. പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ ചോദിക്കണം. അത് നിങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി ചോദിക്കണം. രക്ഷിക്കപ്പെടാത്തവരാണെങ്കിൽ ചോദിക്കുക, കർത്താവേ യേശുവെ, എനിക്ക് നിന്നെ കർത്താവാണെന്ന് ഏറ്റുപറയുവാൻ പരിശുദ്ധാത്മാവിനെ നൽകിയാട്ടെ എന്നുള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണെങ്കിൽ പ്രാർത്ഥിക്കുക, കർത്താവേ ഒരു പുത്തൻ ഉണർവ്, കർത്താവേ യേശുവിൻ്റെ ജീവൻ, യേശുവിൻ്റെ സന്തോഷം, യേശുവിൻ്റെ സ്നേഹം എൻ്റെ ഉള്ളിൽ വ്യാപരിക്കുവാൻ വേണ്ടി ദൈവമായ കർത്താവേ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുത്തൻ ഉണർവ് നൽകണമേ. എന്നെ ഒന്നുകൂടെ ഒന്ന് സ്പർശിക്കണമേ. ഈ പാപം എൻ്റെ ജീവിതത്തിൽ ഇനി എന്നെ ഭരിക്കാതെ വണ്ണം അതിനെ അതിജീവിക്കുവാൻ, സന്തോഷത്തോടെ അതിജീവിക്കുവാൻ, നിന്നിലുള്ള സന്തോഷം പ്രാപിച്ച് അതിനോട് നോ പറയുവാൻ, അല്ലാതെ മനസ്സില്ലാ മനസ്സോടെ പാപം വിടുകയല്ല, യേശുക്രിസ്തുവിൽ പരിപൂർണമായ സന്തോഷവും സുഖവും ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ പാപത്തോട് നോ പറയുവാൻ എന്നെ ഒന്ന് സഹായിക്കണമേ. അതിന് പരിശുദ്ധാത്മാവിനെ ഉയരത്തിൽ നിന്ന് പകരണമേ എന്ന് എല്ലാ ഉള്ളങ്ങളും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങൾ ചോദിക്കുമെങ്കിൽ പിതാവ് എത്ര അധികം പരിശുദ്ധാത്മാവിനെ നൽകുമെന്നാണ് കർത്താവ് വാഗ്ദത്തം നൽകിയിരിക്കുന്നത്. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കണ്ണുകൾ അടച്ച് ഹൃദയം തുറന്ന് അതരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് കേൾക്കട്ടെ. നിങ്ങളുടെ ബിഷപ്പ് കർത്താവ് കേൾക്കട്ടെ. മടങ്ങി വന്ന് അപ്പനോട് പറ, അപ്പാ ഞാൻ പന്നികളുടെയൊക്കെ പുറകെ പോയി, അപ്പാ എനിക്ക് നിന്റെ സ്നേഹം മടക്കി തരണം. നിന്റെ സ്നേഹത്തിൽ എനിക്ക് സംതൃപ്തി നൽകണം. ഞാൻ ലോകത്തിന്റെ പുറകെ പോകുന്നു, ജഡത്തിന്റെ പുറകെ പോകുന്നു. കർത്താവേ, എനിക്ക് നിന്റെ സ്നേഹത്തിൽ അടങ്ങിയിരിക്കുവാനുള്ള സംതൃപ്തിയും സന്തോഷവും നൽകണമേ. അതിനായിട്ട് പരിശുദ്ധാത്മാവിനെ അയച്ച് എനിക്കൊരു അനുഭവം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആഗ്രഹത്തോടെ വിശപ്പോടെ പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥനയോടായിരിക്കട്ടെ. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കരുത്. ആരും അശ്രദ്ധയോടായിരിക്കരുത്. ദൈവത്തോട് ആവശ്യബോധത്തോടെ ചോദിക്കുക. കർത്താവ്, എനിക്കിന്ന് ഇത് പ്രാപിച്ചിട്ടേ ഞാൻ വീട്ടിൽ പോകത്തുള്ളൂ എന്ന് പറയുക. ആ രീതിയിൽ തീക്ഷ്ണമായ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചാട്ടെ. നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ കടന്നുപോയ ആ പ്രയാസങ്ങളൊക്കെ ആലോചിക്കാം. ദൈവത്തിന്റെ ശക്തിയില്ലാതെ എന്തൊക്കെ പാപം ചെയ്ത് ഏതൊക്കെ രീതി തരം താഴ്ന്നു, അതൊക്കെ ഓർത്തിട്ട് ആ ആവശ്യബോധത്തോടെ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, എനിക്ക് ശക്തിയില്ലാതെ പറ്റത്തില്ല. കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ പറ്റത്തില്ല. ക്രിസ്തീയ ജീവിതം ഞാൻ പൊളിഞ്ഞു പോകത്തേ ഉള്ളൂ. കർത്താവേ, വളരെ തീക്ഷ്ണമായ ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്രാർത്ഥന ഇവിടെ നിന്ന് ഉയരട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. സമയം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരികയാണ്. അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് പ്രിയ യുവജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
അവരെ ദൈവസ്നേഹത്തിൽ നിന്നും ദൈവകൃപയിൽ നിന്നും അവരെ പുറകോട്ട് കൊണ്ടുപോകുന്നു. ലോകത്തിന്റെ പാപസ്വഭാവങ്ങളിലേക്ക് അവരെ നയിക്കുന്ന എല്ലാവിധമായ പൈശാചികമായ സ്വാധീനങ്ങളും ദൈവഹിതമില്ലാത്ത എല്ലാ ദേഹി ബന്ധങ്ങളെ യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഇന്ന് അവർ കേട്ട വചനത്തിൽ നിന്നുകൊണ്ട് അവർ കേട്ട ദൈവ വചനത്തിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നുകൊണ്ട് ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുന്ന ദൈവ വചനത്തിൽ നിന്നുകൊണ്ട് അവിടെ മേൽ വ്യാപരിക്കുന്ന എല്ലാ പൈശാചികമായ നസ്രയനാം യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ എല്ലാവിധമായ പൈശാചികമായ തന്ത്രങ്ങൾ ദൈവഹിതമില്ലാത്ത ദേഹി ബന്ധങ്ങൾ അതിന്റെ മേൽ വ്യാപരിക്കുന്ന ദുഷ്ടന്റെ എല്ലാവിധമായ തന്ത്രങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അതിന്റെ പുറത്തോടെ യേശുവിന്റെ നാമത്തിൽ അതിന്റെ പുറത്തോടെ ഒരു കെട്ടഴിഞ്ഞ് പുറത്തു പോകുന്നത് പോലെ ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങിപ്പോയിക്കൊള്ളുവിനെന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരോട് പുറത്തു വാ എന്ന് കൽപ്പിച്ച നസ്രയന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ അതിന്റെ പുറത്തോട് ഈ സാധന മന ബ്രെയിൻ സിസ്റ്റത്തിൽ നിന്നെല്ലാം ഇളകി പോകട്ടെ ഒരു കെട്ടഴിഞ്ഞ് പുറത്തു പോകുന്നത് പോലെ ഒരു കെട്ടഴിഞ്ഞ് പുറത്തു പോകുന്നത് പോലെ ഇവരുടെ മേൽ വ്യാപരിക്കുന്ന എല്ലാ പൈശാചിക ബോണ്ടേജുകൾ റമന ധിന മന രഗ മന ധന ധന യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവഹിതമില്ലാത്ത എല്ലാ ദേഹി ബന്ധങ്ങളെ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ സാക്ഷികളാണ്. ദൈവാത്മാവിന്റെ മകത്തുകൂടെ വ്യാപരിക്കട്ടെ. എല്ലാ ബോണ്ടേജും യേശുവിന്റെ നാമത്തിൽ ഒരു കെട്ടഴിഞ്ഞ് മാറുന്നത് പോലെ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മ നിറവ് കടന്നു വരട്ടെ. കർത്താവേ, ജീവൻ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മ നിറവ് കടന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ ദാനം ശക്തമായിട്ട് പകർന്നു കൊടുക്കണമേ കർത്താവേ. ദൈവമായ കർത്താവേ, കൃപ ചൊരിഞ്ഞാലും യേശുവിന്റെ നാമത്തിൽ കർത്താവേ, മകനെ കർത്താവേ പരിശുദ്ധാത്മ നിറവിൽ നിറച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ സ്നേഹത്താൽ ഹൃദയത്തിലെ എല്ലാ വ്രണങ്ങളും ഉണങ്ങിപ്പോകട്ടെ കർത്താവേ. എല്ലാ മുറിവുകളും നമ്മുടെ വിടുതൽ കടന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ പൊട്ടിക്കുന്നു. ഇവിടെ ഉള്ളിൽ മേൽ വ്യാപരിക്കുന്ന എല്ലാ പൈശാചിക മണ്ഡലങ്ങൾ, എല്ലാ പൈശാചിക സ്വാധീനങ്ങൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ. ഇതിന്റെ ഉള്ളത്തെ തൊട്ടാട്ടെ യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ സ്നേഹം വ്യാപരിക്കട്ടെ കർത്താവ്. കർത്താവേ,
മക്കളെ തൊട്ടാട്ടെ, മക്കളെ തൊട്ടാട്ടെ. യേശുവിന്റെ സ്നേഹം വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ കർത്താവേ. അവന്റെ സ്നേഹം വ്യാപരിക്കട്ടെ, അവന്റെ സ്നേഹം വ്യാപരിക്കട്ടെ. ഉള്ളങ്ങളെ തൊട്ടാട്ടെ കർത്താവേ, ഉള്ളങ്ങളെ തൊട്ടാട്ടെ കർത്താവേ, ഉള്ളങ്ങളെ തൊട്ടാട്ടെ. കർത്താവേ സ്നേഹത്താൽ ഉള്ളങ്ങളെ തൊട്ടാട്ടെ, ഉള്ളങ്ങളെ തൊട്ടാട്ടെ, ഉള്ളങ്ങളെ തൊട്ടാട്ടെ കർത്താവേ. കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ ശബ്ദമായി മാറാം, ദൈവത്തിന്റെ ശബ്ദമായി മാറാം, ദൈവത്തിന്റെ പകരക്കാരായി, ദൈവസ്നേഹത്തെ പ്രകടമാക്കുന്നവരായി, ദൈവസ്നേഹത്തെ പങ്കുവയ്ക്കുന്നവരായി, പ്രത്യേക തലമുറകളായി സ്നേഹത്തിന്റെ ശക്തിയാവരുന്നത്. ആത്മാവിന്റെ തീയറങ്ങി ആത്മാവിന്റെ മഹത്വം ഈ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവശക്തിയാവരിക്കട്ടെ, ദൈവശക്തിയാവരിക്കട്ടെ, ആത്മാവിന്റെ തീയറിയാവരിക്കട്ടെ, ആത്മാവിന്റെ മഹത്വം യാവരിക്കട്ടെ, ആത്മാവിന്റെ തീയറിയാവരിക്കട്ടെ. എന്റെ തന്നെ മഹത്വത്തിനുമായിട്ട് ലോകം ഭയപ്പെടുന്ന, ഐശാദികൾ ഭയപ്പെടുന്ന തലമുറകളായി ദൈവത്തിന്റെ ആത്മാവ് വരുന്ന കാലഘട്ടങ്ങളിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന തലമുറകളായി തീരാൻ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിന് പകരമായി നിൽക്കുക, കർത്താവിന്റെ ശബ്ദമായി നിൽക്കുക. ഇന്ന് ഈ പകൽക്കാലം തന്റെ 17ാമത്തെ വയസ്സിൽ വേദവചനത്തിൽ നിന്ന് താൻ വായിച്ചു കേട്ട ക്രിസ്തുവിന്റെ സ്നേഹം താൻ അനുഭവിച്ചറിഞ്ഞു. അതിനുവേണ്ടി ഇന്നുവരെ താൻ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിയ ദൈവസ്നേഹത്തിന്റെ ആഴത്തിൽ നിലനിൽക്കുന്നു. ദൈവമേ, ഞാൻ അങ്ങയെ എന്റെ ഹൃദയത്തിൽ ഞാൻ അംഗീകരിച്ചു, സമർപ്പണത്തോടെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്നൊരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് പാപത്തിന്റെ വഴികൾ വേണ്ട, എനിക്ക് പ്രലോഭനത്തിന്റെ വഴികൾ വേണ്ട, എനിക്ക് ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങളെക്കാൾ സുഖത്തേക്കാൾ എന്റെ ഉള്ളിൽ ക്രിസ്തുവിന്റെ സ്നേഹവും ക്രിസ്തുവിന്റെ മഹത്വവും ക്രിസ്തുവിനെ വഹിക്കുന്ന ഒരു പാത്രമായി ഞാൻ തീരാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് സമർപ്പിച്ചു കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം എല്ലാവരും മുട്ടുമേൽ നിന്ന് ഒരു നിമിഷം കർത്താവിന്റെ സമർപ്പണത്തെ ഒന്ന് കാണണം. കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമേൽ നിന്ന് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ? ദൈവമേ, അങ്ങയുടെ കരങ്ങളിൽ ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. അങ്ങയുടെ സ്നേഹത്തിന്റെ മറവിൽ ഞാൻ എന്നെ ഏൽപ്പിക്കുകയാണ്. അങ്ങയുടെ കൃപ എന്റെ ദൈവത്തെ പകരണം. നിങ്ങളുടെ 2 കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിയാൽ ഹൃദയംഗമായി ഒന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവിന്റെ ജീവിതത്തിൽ തെറ്റായ ചില വഴികൾ കടന്നു വന്നു. എന്നാൽ ഇന്ന് ഞാൻ കേട്ട വചനത്തിന്റെ മുൻപായി അങ്ങേക്ക് പ്രിയപ്പെട്ടവനായി ഞാൻ ആയിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്നു. ലോകത്തിന്റെ വഴികൾ, ലോകത്തിന്റെ ഇഷ്ടങ്ങൾ ഞാൻ കടന്നു പോകേണ്ട വ്യക്തിയല്ല. ഞാൻ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ പങ്കുവെക്കേണ്ട വ്യക്തിയാണ്. അങ്ങന്റെ ഹൃദയത്തിൽ വരണം. എന്റെ ആയുസ്സിന്റെ ഒടുക്കം വരെ അങ്ങേ സ്നേഹിക്കാൻ കഴിയുന്ന, അങ്ങേ പിൻവറ്റുവാൻ കഴിയുന്ന, അങ്ങയുടെ സ്നേഹത്തെ പങ്കുവെക്കാൻ കഴിയുന്ന ഒരു പാത്രമാക്കി അങ്ങനെ മാറ്റണമേ ഒന്ന് പ്രാർത്ഥിച്ചാൽ വളരെ ശാന്തമാണ്. നിങ്ങളുടെ ശബ്ദം അടുത്തിരിക്കുന്ന വ്യക്തി കേൾക്കണമെന്നില്ല. എന്നാൽ കണ്ണുകൾ അടച്ച് വളരെ ശാന്തമായി ദൈവത്തോട് ചില നിമിഷങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പൊ ഇതിനകത്ത് സമർപ്പിക്കുന്ന
അങ്ങയുടെ കരങ്ങളിൽ എത്തിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ദൈവകരങ്ങളിൽ പണിയപ്പെടുന്ന വ്യക്തികളെ അങ്ങയുടെ കരങ്ങളിൽ സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സമർപ്പണത്തോടെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയിരിക്കുന്ന, മുഴങ്കാൽ ദൈവസന്നിധിയിൽ മടക്കിയിരിക്കുന്ന പ്രിയ യുവജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടം അങ്ങയുടെ സ്നേഹത്തെ പങ്കുവയ്ക്കുന്ന, അങ്ങയുടെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്ന ഒരു തലമുറയായി അവരുടെ സമർപ്പണത്തിന്റെ നടുവിൽ പരിശുദ്ധാത്മാവ് അവരെ നയിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്റെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇവർ ദൈവത്തിന് പ്രയോജനപ്പെടുന്ന, ദൈവനാമത്തെ വെളിപ്പെടുത്തുന്ന, ദൈവസ്നേഹത്തെ പങ്കുവയ്ക്കുന്ന തലമുറകളായി ദൈവം ദൈവസന്നിധി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടിയിരിക്കും. ഇതിനുവേണ്ടി ഒരുക്കി ഈ സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ദൈവവൃത്തിനായി പ്രാർത്ഥിക്കുന്നു, കൂട്ടുവേലക്കാർക്കായി പ്രാർത്ഥിക്കുന്നു. കേട്ട വചനം അവരുടെ ജീവിതത്തിൽ 30, 60, 100 ഇനിയായി ഫലം കാണിച്ചു. കർത്താവിന് വേണ്ടി നിൽക്കുവാൻ കർത്താവിന് സഹായിക്കും. അരയ്ക്ക് സത്യം കിട്ടി, നീതി എന്ന കവചം ധരിച്ചു, സമാധാന സുവിശേഷത്തിനായുള്ള ഒരു കാലിൽ ചിരിപ്പാൻ, രക്ഷയുടെ തിരസ്ത്ര വിശ്വാസമെന്ന പരിധിയും വചനമെന്ന വാള് പിടിച്ചുകൊണ്ട് കർത്താവിന്റെ സൈന്യമായി നിൽക്കുവാൻ പ്രിയ ജനത്തെ, പ്രിയ കുഞ്ഞുങ്ങളെ അവർക്ക് തിരുകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.